ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പാഠഭാഗത്തിലെ റിഹാബിലിറ്റേഷൻ എന്ന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസാസ്റ്റർ എന്താണെന്നൊക്കെ പഠിച്ചല്ലേ, ഡിസാസ്റ്ററിൻ്റെ ഫേസുകൾ എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചതാണ്. നമ്മൾ റെസ്പോൺസ് പഠിച്ചു, എന്തൊക്കെ തരത്തിലുള്ള റെസ്പോൺസുകളാണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ നടത്തുന്നുള്ള റെസ്പോൺസുകൾ എന്താണെന്ന് നോക്കി നമ്മൾ സെർച്ച് ചെയ്യും. അതുപോലെ തന്നെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ, ഫസ്റ്റ് എയ്ഡ്, ഫീൽഡ് കെയർ, ടാഗിങ്, അതുപോലെ ഡെത്ത് ഐഡൻറ്റിഫിക്കേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചു. ഇനി അതിൻ്റെ നെക്സ്റ്റ് ഫേസാണ് വരുന്നത് റിഹാബിലിറ്റേഷൻ. റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫൈനൽ ഫേസാണ്, ഡിസാസ്റ്ററിൻ്റെ ഫൈനൽ ഫേസായിട്ടാണ് റിഹാബിലിറ്റേഷൻ നമ്മൾ കാണുന്നത്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? റെസ്റ്റോറേഷനാണ്. ആ ഡിസാസ്റ്ററിന് മുന്നേ അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത്, അവരുടെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു, അവർ അത്തരത്തിലേക്കുള്ള അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു റെസ്റ്റോറേഷനാണ് റിഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അറ്റ് വെരി മൊമെൻറ്റ്, നെക്സ്റ്റ് മൊമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രവർത്തനമാണ് റിഹാബിലിറ്റേഷൻ. ഓക്കെ, അപ്പം നമുക്കറിയാമല്ലോ, ഒരു ദുരന്തം ഉണ്ടായാൽ അതിൻ്റെ കാഷ്വാലിറ്റീസ്, അതുപോലെ തന്നെ വീട് നഷ്ടമായവർ, സ്ഥലം, അത്തരത്തിലുള്ള ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം റിക്കവർ ചെയ്യുന്നതിനും അവരെ ആ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനമാണ് റിഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിലുള്ള ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ കെയർ, ഫുഡ്, അതേപോലെ തന്നെ ക്ലോത്തിങ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പം ഇവരെങ്ങനെയാണോ ഈ ഒരു ഡിസാസ്റ്ററിന് മുന്നേ എങ്ങനെയായിരുന്നു ഇവരുടെ ജീവിതം, ആ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് റിഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് മൊമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് റിഹാബിലിറ്റേഷൻ വർക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാഷ്വാലിറ്റികളൊക്കെ ഉണ്ടാവില്ല. ഒരു ദുരന്തം കഴിഞ്ഞാൽ ഒരുപാട് കാഷ്വാലിറ്റികളൊക്കെ ഉണ്ടാവും. നമ്മൾ താൽക്കാലികമായിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കും. ചിലർക്ക് ആ ഒരു സീരിയസ് അല്ലാത്ത ചെറിയ പരിക്കുകളൊക്കെ ഉള്ളവർക്ക് നമ്മൾ ആ സ്പോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഒരു മാനേജ് ചെയ്യുക. പക്ഷേ നമ്മളതിൻ്റെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ കൊടുക്കുന്നത്, അതിൻ്റെ ആ ഒരു പീരീഡിൽ ഒരു താൽക്കാലികമായിട്ടുള്ള അവർക്ക് ഒരു ശമനം ഉണ്ടെങ്കിൽ കൂടെ അതൊരു നെഗറ്റീവായിട്ടുള്ള എഫക്റ്റാണ് അവരിൽ ഉണ്ടാക്കുക. ഒരു റിഹാബിലിറ്റേഷനിൽ അവർ ആ പഴയ രീതിയിലേക്ക് എത്തുന്നതിലേക്കുള്ള ഒരു കാലതാമസം ഉണ്ടായി വരും. അപ്പോൾ ഇത്തരം പോപ്പുലേഷൻ എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് ഒരു അവർ ആ പഴയ സ്ഥിതിയിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകൾ വരും. അത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, ടെമ്പററി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരത്ത് മാത്രം ആ വേദനയും കാര്യങ്ങളൊക്കെ മാറുന്നല്ലാതെ അതൊരു പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ആ പഴയ ജീവിത രീതിയിലേക്ക് എത്തുന്നതിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഓരോ ദുരന്തം കഴിയുമ്പോഴും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട്, അതായത് റുട്ടീനായിട്ട് അവർക്ക് ആ ഒരു മെഡിക്കൽ കെയർ അഷ്വർ ചെയ്യുക, അതായത് അവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അത് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് റിഹാബിലിറ്റേഷൻ വർക്കിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ്. അവർക്ക് ആ പഴയ സ്ഥിതിയിൽ എത്തുന്നത് വരെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ കെയറും ലഭിച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്കിപ്പോൾ ഒരു ദുരന്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആ സ്ഥലത്തെ എന്തൊക്കെയാണ്, ഇപ്പം ഒരു ദുരന്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വാട്ടർ സപ്ലൈ, അവർക്ക് കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ഇല്ലാതായി പോകും, മലിനപ്പെട്ടു പോകും, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട, റിഹാബിലിറ്റേഷൻ ബേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാട്ടർ സപ്ലൈ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലേ? എ സർവേ ഓഫ് പബ്ലിക് വാട്ടർ സപ്ലൈസ് ഷുഡ് ബി മെയ്ഡ്. അവർക്ക് കൃത്യമായിട്ടുള്ള കുടിവെള്ള വിതരണം നടന്നുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് പറയുന്നത്? ദിസ് ഇൻക്ലൂഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് വാട്ടർ സോഴ്സ്. It is essential to determine physical integrity of system components, the remaining capacities and the bacteriological and chemical qualities of water supply. അവർക്ക് ഈ ദുരന്തം കഴിഞ്ഞാൽ നമ്മൾ ഈ റിഹാബിലിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ, അവർക്ക് നമ്മൾ ആ ഒരു കുടിവെള്ളത്തിൻ്റെ ക്രൈറ്റീരിയയിൽ പറഞ്ഞിരിക്കുന്ന അതേ ക്വാളിറ്റിയിലുള്ള വാട്ടർ സപ്ലൈ, കുടിവെള്ള വിതരണം കൃത്യമായിട്ട് അവർക്ക് ലഭ്യമായിരിക്കണം. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി പറയുന്നത്, the main public safety aspects of water quality is microbial contamination. The first period of ensuring water quality's emergency situation is chlorination. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ദുരന്തമുണ്ടായിട്ട് ഇപ്പോൾ ഏത് തരത്തിലുള്ള ദുരന്തമാണെങ്കിലും കൂടെ അവിടുത്തെ വാട്ടർ സോഴ്സുകളെല്ലാം കണ്ടാമിനേഷനുള്ള
സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനെ ആ കണ്ടാമിനേഷൻ നമ്മൾ മാനേജ് ചെയ്യുന്നത് ക്ലോറിനേഷൻ വഴിയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ക്ലോറിനേഷൻ ചെയ്താൽ മാത്രമാണ് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ നമ്മുടെ ക്ലോറിൻ്റെ അളവ് നമുക്കറിയാമല്ലോ. റെസിഡ്യൂൽ ക്ലോറിൻ 0.2 to 0.5 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് അവൈലബിൾ ക്ലോറിനായിട്ട് പറയുന്നത്. നമ്മൾ ക്ലോറിനേഷൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് 0.5 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് അവൈലബിൾ ക്ലോറിനായിട്ട് കൃത്യമായിട്ട് വേണ്ടത്. അതൊരു ഡിസിൻഫെക്ഷൻ്റെ ഒരു ഗുഡ് ലെവലാണ് ആ ഒരു ക്ലോറിൻ്റെ അളവ്. ഇനി എന്ത് പറയുന്നു, അടുത്ത പോയിന്റ് നോക്കൂ. ലോ വാട്ടർ പ്രഷർ ഇൻക്രീസ് റിസ്ക് ഓഫ് ഫിൽട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ടു വാട്ടർ മീൻസ് അത് ഇപ്പം വാട്ടറിൻ്റെ പ്രഷർ കുറയുന്നതും അതുപോലെ തന്നെ കണ്ടാമിനേഷൻ സാധ്യതകളാണ്. ലോ വാട്ടർ പ്രഷർ ഇൻക്രീസ് റിസ്ക് ഓഫ് ഫിൽട്രേഷൻ്റെ തോത് കുറയ്ക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിപ്പയർഡ് മെയിൻസ് റിസർവോയർസ് ആൻഡ് അതർ യൂണിറ്റ് റിക്വയറിങ് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ. ഈ സോഴ്സുകളെല്ലാം കൃത്യമായിട്ട് ക്ലീനിങ് ചെയ്യണം, അതുപോലെ തന്നെ ഡിസിൻഫെക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമാണ് ആ കുടിവെള്ളം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇനി അടുത്ത് പറയുന്നത് കെമിക്കൽ കണ്ടാമിനേഷൻ ആൻഡ് ടോക്സിസിറ്റി ആർ സൗണ്ട് കൺസേൺ ഇൻ വാട്ടർ ക്വാളിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ കെമിക്കൽ കണ്ടാമിനൻസ് ഹാവ് ടു ഐഡൻറ്റിഫൈ ദി അനലൈസർ. കെമിക്കൽ ക്വാണ്ടിറ്റി നമുക്കറിയാമല്ലേ, വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഹാർഡ്നെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്, ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കെമിക്കൽ കണ്ടാമിനേഷൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം ഒരു ഫ്ലഡ് ഉണ്ടാകുമ്പോൾ പലതരം മാലിന്യങ്ങളാണ് വെള്ളത്തിലേക്ക് കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തുക. അപ്പോൾ അതിൽ വരുന്ന ഈ കെമിക്കൽ കണ്ടാമിനേഷൻ അതിൻ്റെ ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള വിഷ പദാർത്ഥങ്ങളായിട്ടുള്ള കണ്ടാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഈ സോഴ്സുകളുടെ എങ്ങനെയാണ് ഒരു സോഴ്സ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ വാട്ടർ സോഴ്സ് റിക്വയർ ദി ഫോളോയിങ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ്. എന്തൊക്കെയാണ് ഈ വാട്ടർ സോഴ്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെസ്ട്രിക്റ്റ് ആക്സസ് ടു പീപ്പിൾ ആൻഡ് ആനിമൽസ്. ഇഫ് പോസിബിൾ എറക്റ്റ് എ ഫെൻസ് ആൻഡ് അപ്പോയിൻ്റ് എ ഗാർഡ്. കൃത്യമായിട്ട് നമുക്ക് ഒരു കുടിവെള്ള സ്രോതസ്സിൽ ആളുകൾ അതിലേക്ക് ഇറങ്ങാതെയോ ആളുകളോ അതുപോലെ തന്നെ മൃഗങ്ങളോ അത് ഇറങ്ങാതെ കൃത്യമായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കണം. പറ്റുവാണെങ്കിൽ സാധ്യമാണെങ്കിൽ അവിടെ ഒരു ഗാർഡിനെ നിയമിക്കണം. അതിലേക്ക് മറ്റ് ജന്തുക്കളോ മനുഷ്യരോ ആ വെള്ളം കണ്ടാമിനേഷൻ ആവുന്ന രീതിയിൽ അതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗാർഡ് നിർത്തുന്നത് ഏറ്റവും വളരെ നല്ല കാര്യമാണ്. എൻഷുർ അഡിക്വേറ്റ് എക്സ്ക്രീറ്റഡ് ഡിസ്പോസിബിൾ അറ്റ് എ സേഫ് ഡിസ്റ്റൻസ് ഓഫ് വാട്ടർ സോഴ്സ്. നമുക്കറിയാവില്ലേ ഇപ്പം വാട്ടർ പൊല്യൂഷൻ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. അപ്പം നമുക്കിപ്പം ഒരുപാട് മാലിന്യങ്ങളുണ്ടാവും. ഒരു ദുരന്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ മാലിന്യങ്ങളൊക്കെ ഡിസ്പോസൽ ചെയ്യുന്നത് ഈ കിണറിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എൻവയോൺമെൻറ്റ് സാനിറ്റേഷനിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. നമുക്ക് 50 അടി ഡയമീറ്ററിൽ 15 മീറ്റർ ഡയമീറ്ററിനകത്ത് ഒരു പൊല്യൂഷനും ഉണ്ടാവാൻ പാടില്ല. ഒരു സാനിറ്ററി വെല്ലിൻ്റെ ക്രൈറ്റീരിയയിൽ വരുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ഈ വേസ്റ്റ് എക്സ്ക്രീറ്റഡ് ഡിസ്പോസൽ അതിന് കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസിലാണ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ വാട്ടർ സോഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് പറയുന്നത് പ്രൊഹിബിറ്റ് ബാത്തിങ്, വാഷിംഗ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി അപ്സ്ട്രീം ഇൻടേക്ക് പോയിൻറ്റ്സ് ഇൻ ദി റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. ഇത്തരം ഇപ്പോൾ കുളിക്കുക, അതുപോലെ തന്നെ വസ്ത്രം അലക്കൽ, പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളെ കഴുകൽ, കുളിപ്പിക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഉണ്ടാവരുത്. ഇത്രയും ഈ ജലസ്രോതസ്സുകൾ ഇത്രയും പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കണ്ടാമിനേഷൻ സാധ്യത കൂടുതലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലേ. ബാത്തിങ്, വാഷിംഗ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടാമിനേഷന് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അനുവദിച്ചുകൂടാ. അപ്ഗ്രേഡ് വെൽ ടു എൻഷുർ ദാറ്റ് ദേ ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം കണ്ടാമിനേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം കുടിവെള്ള സ്രോതസ്സ്. എസ്റ്റിമേറ്റ് ദി മാക്സിമം yield ഓഫ് വെൽസ് ആൻഡ് ഇഫ് നെസസറി റേഷൻ ടു വാട്ടർ സപ്ലൈ. നമുക്ക് അതിൽ നിന്ന് എത്രത്തോളം കാലം നമുക്ക് അതിൻ്റെ yield എത്രത്തോളം കാലമുണ്ടോ അത്രത്തോളം കാലം നമുക്കതിനെ അത് ഉപയോഗിക്കാൻ തരത്തിലുള്ള പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ നമുക്ക് നിശ്ചിത അളവിൽ അത് ആവശ്യമുണ്ടെങ്കിൽ നിശ്ചിത അളവിൽ മാത്രം ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ നിശ്ചിത അളവിൽ മാത്രം വെള്ളം സപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ ഒരു കുടിവെള്ള സ്രോതസ്സുകൾ ഈ വാട്ടർ സപ്ലൈയുടെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻ മെനി എമർജൻസി സിറ്റുവേഷൻ വാട്ടർ ഹാസ് ടു ബി ട്രക്കഡ് ടു ഡിസാസ്റ്റർ സൈറ്റ് ഓർ ക്യാമ്പ്സ്
അറിയാവില്ലേ, അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ളം നമ്മൾ വണ്ടികളിലാണ് നമ്മൾ കുടിവെള്ളം എത്തിക്കുക, ഇത്തരം ദുരന്തങ്ങളുണ്ടായ സ്ഥലങ്ങളിലേക്ക്. അപ്പം ആൾ വാട്ടർ ടാങ്കേഴ്സ് ഷുഡ് ബി ഇൻസ്പെക്റ്റഡ് ഡിറ്റർമിൻ ഫിറ്റ്നസ് ആൻഡ് ഷുഡ് ബി ക്ലീൻഡ് ആൻഡ് ഡിസിൻഫെക്റ്റഡ് ബിഫോർ ട്രാൻസ്പോർട്ടിങ് വാട്ടർ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ വെള്ളം വലിയ ടാങ്കറുകളിൽ എത്തിക്കുന്ന സമയങ്ങളിൽ ഈ ടാങ്ക് കൃത്യമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടോ, പൊല്യൂഷൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് അത് ഇൻസ്പെക്റ്റ് ചെയ്യും വേണം. അതെന്ത് വേണം, അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, ഡിസിൻഫെക്ഷൻ ചെയ്യണം. അത് അതിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഡിസിൻഫെക്ഷൻ ചെയ്ത് അതിൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് ഈ ടാങ്കറുകളിൽ നിന്നുള്ള വെള്ളം സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വാട്ടർ സപ്ലൈയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് ഫുഡ് സേഫ്റ്റിയാണ്. ഫുഡ് സേഫ്റ്റി വിഭാഗത്തിൽ എന്താണ് ഒരു ദുരന്ത പ്രദേശത്ത് ഫുഡ് സേഫ്റ്റി എങ്ങനെയാണ് നോക്കേണ്ടതെന്നാണ് അടുത്ത പോയിന്റ്. നമുക്കറിയാവില്ലേ, ഇപ്പം പ്യുവർ ഹൈജീൻ ഈസ് മേജർ കോസ് ഓഫ് ഫുഡ് ബോൺ ഡിസീസ് ഇൻ ഡിസാസ്റ്റർ സിറ്റുവേഷൻ. ഫുഡ് ബോൺ ഡിസീസ് നമ്മൾ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്നൊക്കെ പഠിച്ചു. ഇത്തരം ഒരു ഡിസാസ്റ്റർ സമയങ്ങളിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളിൽ വരുന്നതാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. അപ്പോൾ ഫുഡ് പോയ്സണിങ്ങും അതുപോലെ തന്നെ ഫുഡ് ബോൺ ഡിസീസുകളൊക്കെ ഒരുപാട് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതുപോലെ ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ. അപ്പോൾ അത് വെൽ ഫീഡിങ് പ്രോഗ്രാംസ് ആർ യൂസ്ഡ്. നമ്മളൊക്കെ അറിയാം, അപ്പം ഷെൽട്ടറുകളിലും ക്യാമ്പുകളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടാവുക താൽക്കാലികമായിട്ട്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന കിച്ചൺ, ഇപ്പോൾ കോമൺ കിച്ചണൊക്കെ ആവും. വെൽ ഫീഡിങ് പ്രോഗ്രാം ആർ യൂസ്ഡ്, കിച്ചൺ സാനിറ്റേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്ന ഇതേപോലത്തെ കോമൺ കിച്ചണുകളൊക്കെ വളരെ സേഫും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സാനിറ്ററി ക്രൈറ്റീരിയ എല്ലാം ബാധകമാക്കിക്കൊണ്ടായിരിക്കണം കിച്ചൺ വർക്ക് ചെയ്യേണ്ടത്. അത് ഫുഡ് സേഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ദുരന്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ടെമ്പററി ക്യാമ്പുകളിലൊക്കെ ആളുകൾ താമസിക്കുക. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായിട്ട് പാലിക്കണം. അവർക്ക് യാതൊരു തരത്തിലുള്ള ഫുഡ് ബോൺ ഡിസീസുകളും ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം ഫുഡ് സപ്ലൈ ചെയ്യേണ്ടത്. പേഴ്സണൽ ഹൈജീൻ ഷുഡ് ബി മോണിറ്റേർഡ് ഇൻ ദി ഇൻഡിവിജ്വൽസ് ഇൻവോൾവ്ഡ് ഫുഡ് പ്രിപ്പറേഷൻ. ഇത് ഈ ഫുഡ് ഉണ്ടാക്കുന്നവരുടെ പേഴ്സണൽ ഹൈജീൻ മീൻസ് അവരുടെ കൈകളുടെ വൃത്തി, നഖം വളർത്തുന്നതോ അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാത്ത നല്ല വൃത്തിയുള്ള പേഴ്സണലായിട്ടുള്ള നല്ല വൃത്തിയുള്ളവരായിരിക്കണം ഈ ഭക്ഷണം പാകം ചെയ്യുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ അത്തരം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ബേസിക് സാനിറ്റേഷൻ. ഫുഡ് സേഫ്റ്റി കഴിഞ്ഞുള്ളത് പിന്നെ ബേസിക് സാനിറ്റേഷൻ ആൻഡ് പേഴ്സണൽ ഹൈജീനാണ് വരുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ സ്പ്രെഡ് ത്രൂ ഫീക്കൽ കണ്ടാമിനേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ്. അല്ലേ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ദുരന്തം കഴിഞ്ഞാൽ എന്തായാലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാവുക? ഫീക്കൽ കണ്ടാമിനേഷനും അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറും ഫുഡും, ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും അതുപോലെ തന്നെ ഫീക്കൽ കണ്ടാമിനേഷൻ ആവും ഈ ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളം. അപ്പോൾ ഇതിൻ്റെ ഹെൻസ് എവരി എഫർട്ട് ഷുഡ് ബി മേഡ് ദി എൻഷുർ ദി സാനിറ്ററി ഡിസ്പോസൽ ഓഫ് എക്സ്ക്രീറ്റ. ഈ എക്സ്ക്രീറ്റ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ഡിസ്പോസൽ ചെയ്തിട്ടില്ലെങ്കിലാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഈ എക്സ്ക്രീറ്റ ഡിസ്പോസൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമാണ് എക്സ്ക്രീറ്റ ഡിസ്പോസിബിൾ ചെയ്യേണ്ടത്. സാനിറ്ററി മെഷേഴ്സ് പ്രകാരം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടാവാതെ തടയാം. ഇതെന്താ വരുന്നത്? എമർജൻസി ലാട്രിൻസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ടു ദി ഡിസ്പ്ലേസ്ഡ് വെൻ ദി ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ്. എന്താ പറയുന്നത്, ഇപ്പം പലയിടത്തും ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കും ഓരോ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള എമർജൻസി ലാട്രിൻസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ലാട്രിൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? വാഷിംഗ്, ക്ലീനിങ് ആൻഡ് ബാത്തിങ് ഫെസിലിറ്റീസ് ഷുഡ് ബി പ്രൊവൈഡഡ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എമർജൻസി ലാട്രിൻ, അതുപോലെ തന്നെ അവർക്ക് വാഷിംഗ്, അതുപോലെ ക്ലീനിങ്, അതുപോലെ തന്നെ കുളിക്കാൻ, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസൊക്കെ കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു എമർജൻസി ലാട്രിൻ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബേസിക് സാനിറ്റേഷനും അതുപോലെ പേഴ്സണൽ ഹൈജീനും വേണ്ടിയിട്ടുള്ള നല്ല വൃത്തിയുള്ള വാഷിംഗ് റൂമുകളൊക്കെ അവർക്ക് ടെമ്പററി ആയിട്ടാണെങ്കിൽ കൂടെ കൃത്യമായിട്ട് നിർമ്മിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബേസിക് സാനിറ്റേഷനും പേഴ്സണൽ ഹൈജീനിലും ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്തിനാണ് അത് വേണ്ടത്? അപ്പം ഈ ഇൻഡിവിജ്വലായിട്ടുള്ള
അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പലതരം അസുഖങ്ങളും കമ്മ്യൂണിക്കബിൾ ഡിസീസുകളും നമുക്കറിയാമല്ലേ. ഇപ്പോൾ ഒരു ക്യാമ്പിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലർക്കും പല തരത്തിലുള്ള അസുഖങ്ങളും ഉള്ളവരാവും ചിലപ്പോൾ ഒരുമിച്ച് ഒരു ക്യാമ്പിൽ തിങ്ങി പറക്കുന്നത്. അപ്പം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അസുഖം പകരാതിരിക്കാനും കൂടെ ഇത്തരത്തിലുള്ള ഈ ബേസിക് സാനിറ്റേഷനും അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീനും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുമ്പോൾ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇനി അടുത്തത് വരുന്നതാണ് വെക്ടർ കൺട്രോൾ. ഒരു ദുരന്ത സ്ഥലത്ത് ചെയ്യേണ്ട വെക്ടർ കൺട്രോളുകളാണ്. കൺട്രോൾ പ്രോഗ്രാം ഓഫ് വെക്ടർ ബോൺ ഡിസീസ് ഷുഡ് ബി ഇൻറ്റൻസിഫൈഡ് ദി എമർജൻസി ആൻഡ് റിഹാബിലിറ്റേഷൻ പീരീഡ് അല്ലേ. അപ്പം ഈ വെക്ടർ കൺട്രോൾ മെഷേഴ്സ് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. കാരണം വെക്ടറുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ദുരന്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വെക്ടർ ഉണ്ടാവും, ആ വെക്ടർ ബോൺ ഡിസീസുകളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ പ്രോഗ്രാമുകൾ, ആ വെക്ടർ കൺട്രോൾ പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് അവിടെ പാലിച്ചിരിക്കണം, നടപ്പിലാക്കിയിരിക്കണം. എങ്ങനെയാണ് ആ റിഹാബിലിറ്റേഷൻ, എമർജൻസി ആൻഡ് റിഹാബിലിറ്റേഷൻ പീരീഡിൽ തന്നെ. റിഹാബിലിറ്റേഷൻ പീരീഡ് നമുക്കറിയാമല്ലോ, ഏറ്റവും ഫസ്റ്റ് മൊമെൻറ്റ്, ഒരു ദുരന്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് മൊമെൻറ്റിൽ ചെയ്യേണ്ടതാണ് റിഹാബിലിറ്റേഷൻ വർക്കുകൾ ചെയ്തു തുടങ്ങണം. അപ്പോൾ ആ സമയത്ത് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഈ ഇത്തരത്തിലുള്ള കൺട്രോൾ പ്രോഗ്രാമുകൾ, വെക്ടർ കൺട്രോൾ പ്രോഗ്രാമുകൾ. എസ്പെഷ്യലി ഇൻ ഏരിയാസ് വേർ ദി സച്ച് ഡിസീസ് നോൺ ബി എൻഡമിക്. ചില സ്ഥലങ്ങളിലൊക്കെ ആ ഒരു അസുഖം നിലനിന്നിരുന്ന സ്ഥലങ്ങളിലുണ്ടാവും. അത്തരം സ്ഥലങ്ങളിലൊക്കെ എന്തായാലും അത് സ്പ്രെഡ് ആവുമെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള പ്രോഗ്രാമുകളെല്ലാം ഉടനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഓഫ് സ്പെഷ്യൽ കൺസേൺ ആർ ഡെങ്കു ഫീവർ ആൻഡ് മലേറിയ, ലെപ്റ്റോസ്പൈറോസിസ് ആൻഡ് റാറ്റ് ബൈറ്റ് ഫീവർ, ടൈഫസ് ആൻഡ് പ്ലാഗ്. ഫ്ലഡ് വാട്ടർ പ്രൊവൈഡ് ആംബിൾ ബ്രീഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദി മോസ്കിറ്റോസ് അല്ലേ. അതിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് പറയുന്നത്. മലേറിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ലെപ്റ്റോ ഉണ്ടാവും. നമുക്കറിയാമല്ലോ, ഇപ്പം കഴിഞ്ഞ ഫ്ലഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലെപ്റ്റോ കേസുകൾ ഉണ്ടായിരിക്കുന്നു ഫ്ലഡ് കഴിഞ്ഞപ്പോൾ. പിന്നെ അതേപോലെ തന്നെ ബ്രീഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, മോസ്കിറ്റോ ബ്രീഡിങ് ഉണ്ടാവും. അത് വഴി നമുക്ക് ഈ ഡെങ്കു ഫീവർ, മലേറിയ എത്ര അസുഖങ്ങളുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ പ്ലാഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അതൊക്കെ ഈ ലെപ്റ്റോ എലിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു കണ്ടാമിനേഷൻ വരുമ്പോഴാണ് ലെപ്റ്റോവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഈ കൺട്രോൾ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള ബ്രീഡിംഗ് പ്ലേസുകൾ നമുക്ക് സോഴ്സ് റിഡക്ഷൻ ചെയ്യണം. അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ഈ വെക്ടർ കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത പോയിന്റ്, എ മേജർ ഡിസീസ് വിത്ത് ഹൈ മോർട്ടാലിറ്റി ലെവൽസ് ഇസ് എ substantial displacement of population among who are those requiring medical treatment and orphaned children. എന്താ പറയുന്നത്, ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ തന്നെ വലിയ തോതിൽ മരണനിരക്ക് ഉണ്ടാവും അല്ലേ. ആളുകളിൽ മരണനിരക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആർക്കാണ് ഉണ്ടാവുക. ചിലപ്പം മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടികളുണ്ടാവും. അത്തരത്തിലുള്ളൊക്കെ അരക്ഷിതമായിട്ടുള്ള അവസ്ഥയുണ്ടാകും. അവർ നോക്കാനും ആരും ഉണ്ടാവില്ല. കാരണം അവർക്ക് അറിയില്ല. അപ്പം ആരടുത്ത് പറയണമെന്നൊന്നും അറിയാത്ത രീതിയിൽ തരത്തിലുള്ള ഉണ്ടാകും. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ റിക്വയർമെൻറ്റ് കിട്ടി എന്നുള്ളത് ഉറപ്പാക്കേണ്ടതും വെക്ടർ കൺട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി അടുത്ത് എന്താ വരുന്നത്, when it is not possible to locate the relative who can provide care, orphans may become the responsibility of health and social agencies. ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ നമുക്കറിയാമല്ലോ, ഇപ്പം മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടികൾക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ റിലേറ്റീവ്സൊക്കെ ആവും ചിലപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അപ്പം എന്ത് ചെയ്യും ഈ റെസ്പോൺസിബിലിറ്റി? ഇപ്പം മാതാപിതാക്കൾ നഷ്ടമായവർ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ തന്നെ അവരുടെ റിലേറ്റീവ്സ് തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അവർ ഈ ഒരു കെയർ ഈ കുട്ടികൾക്ക് ലഭ്യമായി എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓർഫൻസ് മേ ബിക്കം ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഏജൻസീസ്. അത് നമുക്ക് നമ്മുടെ ഇപ്പം ഓർഫൻസ് ആയിട്ടുള്ള അനാഥരായ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതാണ്. റിഹാബിലിറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. അവർക്ക് ആ കൃത്യമായിട്ടുള്ള മെഡിക്കൽ കെയർ മാത്രമല്ല, അവർക്ക് മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കെയറുകൾ കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്, സിസ്റ്റം ബാധ്യസ്ഥരാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് എഫർട്ട് ഷുഡ് ബി മെയ്ഡ് ദി
reintegrate disaster surveys into society as quickly as possible through the institutional programs coordinated by Ministerial of Health and Family Welfare, Social Welfare, Education and NGOs. അത് പറഞ്ഞാൽ ഇപ്പം ഒരു റിഹാബിലിറ്റേഷൻ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിഹാബിലിറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് തനിയെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു വിങ്ങിനോ മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ അതിലേക്ക് വേണ്ട ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിസ്റ്റീരിയലായിട്ടുള്ള സ്റ്റാഫുകളുണ്ടാവും. ഈ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലെ മിനിസ്റ്റീരിയലായിട്ടുള്ള സ്റ്റാഫുകളുണ്ടാവും. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ NGOs, ഇവരെല്ലാം ഈ ഒരു ക്വിക്ക് റെസ്പോൺസാണ് എടുക്കേണ്ടത്. അപ്പോഴാണ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് റിഹാബിലിറ്റേഷൻ ഒരു ഫേസ് കൃത്യമായിട്ട് നല്ല രീതിയിൽ നടത്താൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ പുനരധിവാസം, അവർ ആ പഴയ രീതിയിലേക്ക് അവരെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് റിഹാബിലിറ്റേഷനിലേക്ക് വരുന്നത്. അവർക്ക് ഈ ഒരു ദുരന്തത്തിന് മുന്നേ എങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതികൾ, എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഒരു പക്ഷേ അവരുടെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം, ഒറ്റയ്ക്കായി തനിച്ചായി എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സ്ട്രെസ്, ആ ഒരു മാനസികാവസ്ഥയും അതൊക്കെ മാനേജ് ചെയ്ത് അവർക്ക് ഒരു തുടർന്നും ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട്, നല്ലൊരു രീതിയിലുള്ള സപ്പോർട്ട് എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടായാൽ മാത്രമാണ് ഈ റിഹാബിലിറ്റേഷൻ എന്നുള്ള ഒരു ഫേസ് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് വരുന്നത് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഇൻ ഹെൽത്ത് സെക്ടറാണ്. എന്താണ് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ദുരന്തത്തിൻ്റെ ആഘാതം എങ്ങനെയാണ് കുറയ്ക്കുക, അത് മാനേജ് ചെയ്യുക. ഇപ്പോൾ ഓരോ ദുരന്തങ്ങളും വലിയ ആഘാതങ്ങളാണ് ആ ഒരു പോപ്പുലേഷനിൽ സൃഷ്ടിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് ലഘൂകരിക്കേണ്ടത്? ആ മിറ്റിഗേഷൻ പറഞ്ഞാൽ ലഘൂകരിക്കുകയാണ്, ആഘാതം കുറയ്ക്കുന്നത്. ആ ലഘൂകരിക്കുന്നത് the emergency prevention and mitigation involves measure the designed either to prevent hazards from causing emergency or lessen likely effect of emergencies. നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ വളരെ പാനിക്കാവും. പല കാരണങ്ങളാലും അവരുടെ വസ്തുക്കൾ പോയതിലോ അല്ലെങ്കിൽ തന്നെ കുടുംബാംഗങ്ങൾ നഷ്ടമായാലും ഇത്തരത്തിലൊക്കെ അവർക്ക് ഒരുപാട് ആഘാതം, അവർ മാനസികമായിട്ട് ഒരുപാട് ഉള്ളിൽ ആഘാതം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നെല്ലാം അവരെ കരകയറ്റുന്ന പ്രക്രിയ കൂടെയാണ് നമുക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹെൽത്ത് സെക്ടറിൽ എന്തൊക്കെ തരത്തിലാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ദീസ് മെഷേഴ്സ് ഇൻക്ലൂഡ് ഫ്ലഡ് mitigation work, appropriate land use planning, providing building codes, and a reduction of protection of vulnerable population and structures. In most cases, mitigation measures aim to reduce the vulnerability of the system. Okay, അത് ഇപ്പം ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ വൾണറബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ സിസ്റ്റത്തിൻ്റെ വൾണറബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഭീകരാവസ്ഥ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിറ്റിഗേഷൻ, അത് ആഘാതം ലഘൂകരിക്കുക, അല്ലേ? അവർക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുക? ദീസ് മെഷേഴ്സ് ഇൻക്ലൂഡ് ഫ്ലഡ് മിറ്റിഗേഷൻ വർക്ക്. ഇപ്പം ഫ്ലഡ് ആണെങ്കിൽ കൂടെ, ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ ആഘാതം കുറയ്ക്കുക എങ്ങനെയാണ്? അവർക്ക് കൃത്യമായിട്ടുള്ള അവരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും, കൃത്യമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഇനി അവർക്കാണെങ്കിൽ ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനിൽ അതിനകത്ത് പല ടൈപ്പ് ആളുകളാണ് ഉണ്ടാവുക. ചിലർക്ക് ഓടാൻ പറ്റും, ചിലർക്ക് ഓടാൻ പറ്റില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ ഉണ്ടാവില്ലേ, ഫിസിക്കലായിട്ട് ഡൗൺ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എല്ലാവരെയും ഒരേപോലെ കെയർ ചെയ്തിട്ട് അവരുടെ ആ ഒരു ആഘാതം, ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ സെക്ടറിൽ ഫേസിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. Medical casualty can be drastically reduced, improving the structural quality of houses, schools, and public and private building. Although mitigation in this sector has clear health implications, the direct responsibilities of the health sector limited to ensuring the safety of health facility and public health service, including water supply and sewerage systems. എന്താ പറയുന്നത്? മെഡിക്കൽ കാഷ്വാലിറ്റി drastically reduced by improving the structural quality of houses. നമുക്ക് മെഡിക്കൽ കാഷ്വാലിറ്റീസിനെ കുറയ്ക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് പറയുന്നത്? ക്വാളിറ്റി ഓഫ് ഹൗസ്, അതുപോലെ തന്നെ സ്കൂള്,
പബ്ലിക് ബിൽഡിങ്ങുകൾ നമ്മളിപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ തന്നെ അവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കും. ഇപ്പോൾ ആ സ്ഥലത്തു നിന്ന് അവർ പുനരധിവാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലേക്ക്, ഇതേപോലത്തെ സ്കൂളുകളിലും അതേപോലെ തന്നെ പ്രൈവറ്റ് ബിൽഡിങ്ങുകളിലൊക്കെയാണ് അവരെ നമ്മൾ അവിടെയാണ് അവരെ പാർപ്പിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ആൾദോ മിറ്റിഗേഷൻ സെക്ടർ ഹാഡ് ക്ലിയർ ആൻഡ് ഹെൽത്ത് ഇംപ്ലിക്കേഷൻ. ഈ നമ്മൾ അവിടെ കൊടുക്കുന്ന കെയറുകൾ നമ്മൾ ഹെൽത്ത് സെക്ടറിൽ ആണ് എന്തൊക്കെ ചെയ്യേണ്ടത്, മിറ്റിഗേഷനിൽ ഇനി ഹെൽത്ത് സെക്ടറിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണ് പറയുന്നത്. ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഹെൽത്ത് സെക്ടർ ലിമിറ്റഡ് ടു എൻഷുർ ദി സേഫ്റ്റി ഓഫ് ഹെൽത്ത് ആൻഡ് ഫെസിലിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത് സർവീസ് ഇൻക്ലൂഡിങ് വാട്ടർ സപ്ലൈ, സീവറേജ് സിസ്റ്റം. നമ്മൾ കൃത്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സീവറേജ് സിസ്റ്റം ഉണ്ടായാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ആഘാതം കുറയ്ക്കുന്നതിന്, ദുരന്തത്തിൻ്റെ ആഘാതം ഒന്ന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഹെൽത്ത് സെക്ടറിൽ നിന്ന് ചെയ്യുന്നത്. വെൻ വാട്ടർ സപ്ലൈ ആർ കണ്ടമാനേറ്റഡ്, interrupted. In addition of social cost of such damage, the cost of rehabilitation and reconstruction severely strain the economy. Mitigation complement the disaster preparedness and disaster responsible activities. എന്തൊക്കെയാണ് പറയുന്നത്, നമുക്കിപ്പോൾ അറിയാവില്ലേ, വാട്ടർ സപ്ലൈ എല്ലാം ഡാമേജ് ആയിരിക്കും ഒരു ദുരന്തമുണ്ടായാൽ. അപ്പം ഈ ഒന്നുകിൽ അത് ഡാമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റഡ് ആയിരിക്കും, അല്ലേ, തുടർച്ചയായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ അതാണ് നോക്കുന്നത്. അപ്പം അവർക്ക് കൃത്യമായിട്ടുള്ള ആ തോതിലുള്ള ഇപ്പോൾ വാട്ടർ സപ്ലൈ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള കെയറുകൾ കിട്ടാതെ ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിന് മാനേജ് ചെയ്യാനുള്ള രണ്ട് ഫേസുകളാണ് അടുത്ത് വരുന്നത്. പ്രിപ്പയർനെസ് ഉണ്ട്, നമ്മൾ തയ്യാറായിരിക്കണം. ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, ഒരു ദുരന്തമുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കിട്ടുകയാണെങ്കിൽ, ഒരു വാണിംഗ് കിട്ടുകയാണെങ്കിൽ നമ്മൾ തയ്യാറായിട്ടിരിക്കണം. അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് അതിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കണം. അതേപോലെ തന്നെ ഡിസാസ്റ്റർ റെസ്പോൺസ് ആക്ടിവിറ്റീസ്, അതിനെ ഡിസാസ്റ്റർ അതിൻ്റെ റെസ്പോൺസ്, ആ റെസ്പോൺസ് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ പ്രിപ്പയർനെസ്സിൽ വരുന്നത് തന്നെയാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു ദുരന്തം ഉണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടിയാലും നമ്മൾ ചിലപ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് ആളുകൾ മാറ്റി വേറെ സ്ഥലത്തേക്ക് പാർപ്പിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ട ഫുഡ്, അതേപോലെ തന്നെ വെള്ളം, മറ്റു കാര്യങ്ങൾ, അവർക്ക് ഷെൽട്ടർ, പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഒരുക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതും ഈ ആഘാതം കുറയ്ക്കാൻ ഉള്ള ഒരു പ്രവൃത്തിയായിട്ട് വരും. കാരണം ഒരു ദുരന്തം കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നതിന് മുന്നേ രക്ഷപ്പെട്ട് പോരുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു ആഘാതം കുറയും. കാരണം രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് മിറ്റിഗേഷനിലൊക്കെ വരുന്നത്. ഹെൽത്ത് സെക്ടറിൽ ചെയ്യേണ്ട ഒരുപാട് വർക്കുകളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മളതിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ ഹെൽത്ത്, ഇപ്പം ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്താണെന്ന് നോക്കാം. പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, നമ്മൾ ഒരുങ്ങുക. നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യം, ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യുക, അത് പറഞ്ഞത് നല്ല രീതിയിൽ അനുസരിക്കുക. സസ്റ്റൈൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ബെസ്റ്റ് അച്ചീവ്ഡ് ബൈ allowing the emergency affected communities to design, manage and implement the internal and external assistance program. അതാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിൽ വരുന്നത്. എന്താ പറയുന്നത്, ടു ഡിസൈൻ, മാനേജ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. അത് ഡിസൈൻ ചെയ്യും. ഇപ്പോൾ ഒരു അലർട്ട് വന്നു, അപ്പം ആ അലർട്ട് വന്ന് നമ്മളത് ആ അലർട്ട് നമ്മൾ സ്വീകരിച്ചു. അപ്പം നമ്മളത് ഡിസൈൻ ചെയ്യാണ്. അതിനെ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് ഡിസൈൻ ചെയ്തു, ഇന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്തു. പിന്നെ അത് മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ട കാര്യങ്ങൾ ഇവർ മാറ്റി പറപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള ആ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യുക, ഉടനെ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് നടപ്പിലാക്കുക, ഉടനെ തന്നെ അവർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഈ ദുരന്തം ഉണ്ടാവും എന്നുള്ള ഒരു അറിയിപ്പ് ഉള്ള സ്ഥലത്ത് നിന്ന് അവരെ മൊത്തമായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇതാണ് ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്, അത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ അസിസ്റ്റൻസ് പ്രോഗ്രാമാണ്. അത് ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരു വിങ് കൊണ്ടാവില്ല. അത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസാണ്. പല വിങ്ങുകൾ, പല തരത്തിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രിപ്പയർനെസ്സും കാര്യങ്ങളൊക്കെ
ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു എഫക്റ്റീവായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആവും. ഇനി പറയുന്നത് എന്താ, എമർജൻസി പ്രിപ്പയർനെസ് പറഞ്ഞാൽ ഈസ് എ പ്രോഗ്രാം ലോങ് ടേം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഹൂസ് ഗോൾസ് ആർ ടു സ്ട്രെങ്തൻ ദി ഓവറോൾ കപ്പാസിറ്റി ആൻഡ് കപ്പാസിറ്റി ഓഫ് കൺട്രി ടു മാനേജ് എഫിഷ്യൻ്റ്ലി ആൾ ടൈപ്പ് ഓഫ് എമർജൻസീസ്. എല്ലാ തരത്തിലുള്ള എമർജൻസീസിനും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്, എമർജൻസി പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ എന്തൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ളതാണെങ്കിലും കൂടെ അതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്, അത് ആ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കലാണ്. ആ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ഇപ്പോൾ വേറൊരു ടെമ്പററി സെറ്റിൽമെൻറ്റിലാണ് വേണമെങ്കിൽ ആ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുക, അവിടേക്ക് ഷിഫ്റ്റിംഗ് ചെയ്യുക, അത് നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എമർജൻസി പ്രിപ്പയർനെസ്സിൽ വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു എമർജൻസി പ്രിപ്പയർനെസ്സിൽ വരുന്നുണ്ട്. It should bring about the orderly transition from relief through recovery and back to sustained development. നമ്മൾ എന്താ പറയുന്നത്, it should bring about an orderly transition from relief through recovery. അത് നമ്മൾ റിക്കവറി ചെയ്തിട്ട് അതിന് റിലീഫ് കൊടുക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് പ്രിപ്പയർനെസ്. നമുക്ക് അതിൻ്റെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപം എന്ന് പറഞ്ഞാൽ, ഒരു ദുരന്തം ഉണ്ടാവുന്ന ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ആ ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ കാഷ്വാലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന നടപടികളാണ്. അപ്പം ആളുകളെ മാറ്റി പാർപ്പിക്കുകയാണെങ്കിൽ മാറ്റി പാർപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും പൊതുവായിട്ട് പറയുന്ന പേരാണ് പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പറഞ്ഞാൽ ഇത്ര ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കതിൻ്റെ ഒരു പോളിസി ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് നമുക്ക് ഒരു പോളിസി ഡെവലപ്മെൻ്റ് ഒക്കെ വേണ്ടി വരുമല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് പോളിസി ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് പറയുന്നത്? ദി പോളിസി ഡെവലപ്മെൻറ്റ് ഈസ് ദി ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റാണ് കോഴ്സ് ഓഫ് ആക്ഷൻ. പോളിസീസ് സ്ട്രാറ്റജിക് ഇൻ നേച്ചർ ആൻഡ് പെർഫോം ദി ഫോളോയിങ് ഫങ്ഷൻസ്. ഇല്ലേ, ഓരോ സ്ട്രാറ്റജി എന്തൊക്കെയാണ് പോളിസിയിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നത്? എസ്റ്റാബ്ലിഷ് ലോങ് ടേം ഗോൾസ്. ലോങ് ടേം ഗോൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി കണ്ടിട്ട് അവിടെ ഇന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം, അതാണ് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ലോങ് ടേം ഗോൾസ് ഉണ്ട്. ഒരുപാട് ഒരു താൽക്കാലികമായിട്ടല്ല, അത് സ്ഥിരമായിട്ടല്ല, കൂടുതൽ കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഗോൾസുകൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുക. അസൈൻ റെസ്പോൺസിബിലിറ്റി ഫോർ അച്ചീവിങ് ഗോൾസ്. അതിൻ്റെ ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ അത് വിഭജിച്ച് കൊടുക്കുക. അപ്പം ഒരു വിങ്ങിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല, പല ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്നിട്ടാണ് അത്തരം ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് അസൈൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. എസ്റ്റാബ്ലിഷ് റെക്കമെൻഡഡ് വർക്ക് ഓഫ് പ്രാക്ടീസ്. എസ്റ്റാബ്ലിഷ് റെക്കമെൻഡഡ് വർക്ക് പ്രാക്ടീസ് എന്ന് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഡിറ്റർമിൻ ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഈ ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഹെഡിൽ നിന്ന് അതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യസമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുക. വൈൽ പോളിസീസ് ടെൻഡ് ടു ബി ടോപ്പ് ഡൗൺ, that is authorized by higher level, implementation of the strategies that arising a policy tend to bottom up, where higher level is assigned to lower level. എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ എവിടെ നിന്നാണ് കൊടുക്കുക? ടോപ്പ് ടു ഡൗൺ, മുകളിൽ നിന്നാണ് അതിൻ്റെ ആ പോളിസിയുടെ ലെവലിൽ നിന്ന് വരിക. അപ്പം ഒരു ഉയർന്ന ഇപ്പോൾ ഒരു മിനിസ്ട്രി ലെവലിൽ നിന്ന് അതിൻ്റെ ഓർഡർ കൊടുക്കും, താഴേക്ക് കൊടുക്കും. ഇപ്പോൾ കളക്ടർ, അതുപോലെ തന്നെ ഈവൻ ലാസ്റ്റ് വില്ലേജ് ഓഫീസർ വരെ ആ ഓർഡറുകൾ അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ആ പോളിസിയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ ഹയർ ലെവലിൽ നിന്നുള്ള ഓർഡറുകൾ അത് വിഭജിച്ച് ചെയ്ത് ഏറ്റവും താഴെ ലെവലുള്ള ആ ഒരു ലെവൽ ഓഫ് ഓപ്പറേഷനിൽ ആ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആ അവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ അവിടെ വരെ എത്തിയിട്ട് ഈ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് വരുന്നത്? സ്ട്രാറ്റജീസ് റൈസ് ദി പോളിസി ടു ബി ബോട്ടം അപ്പ് വെൻ ഹയർ ലെവൽസ് അസൈൻ ലോവർ ലെവൽസ്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിൾ കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റാണ്, ഈ ബോട്ടം ടു അപ്പ് ആണ്. താഴെ നിന്ന്
വർക്ക് ചെയ്തു, അത് റിപ്പോർട്ട് ചെയ്തു, അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് ഏറ്റവും ഹൈയിലേക്കുള്ള ലെവലിലേക്ക് എത്തും. അപ്പോൾ ഈ പോളിസി ഇംപ്ലിമെൻറ്റേഷനും അതിൻ്റെ റെസ്പോൺസും ഫീഡ്ബാക്കുമാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ദി ഫോം ഓഫ് എമർജൻസി പ്രിപ്പയർനെസ് പോളിസീസ് വേരീസ് ദി കൺട്രി ടു കൺട്രി, അല്ലേ? അത് ഓരോ രാജ്യങ്ങളിലും വ്യത്യാസമായിരിക്കും. അപ്പോൾ എമർജൻസി പ്രിപ്പയർനെസ് വേരീസ് ഫ്രം കൺട്രി ടു കൺട്രി. 6 sectors ആർ റിക്വയർഡ് ഫോർ റെസ്പോൺസ് ആൻഡ് റിക്കവറി സ്ട്രാറ്റജീസ്. അത് റിക്കവറി ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് 6 സെക്ടറുകളായിട്ടാണുള്ളത്. ദി സെക്ടേഴ്സ് ആർ എന്തൊക്കെ സെക്ടറുകളിലാണുള്ളത്? കമ്മ്യൂണിക്കേഷൻ സെക്ടർ ഉണ്ട്, ഇല്ലേ? റെസ്പോൺസുകൾ, എമർജൻസി പ്രിപ്പയർഡിൻ്റെ അതിൻ്റെ സെക്ടറുകളാണ് വരുന്നത്. റെസ്പോൺസ്, റിക്കവറി സ്ട്രാറ്റജിയുടെ സെക്ടറുകൾ, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഹെൽത്ത് സെക്ടർ വരുന്നുണ്ട്, സോഷ്യൽ വെൽഫെയർ വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട്, പോലീസ് ആൻഡ് സെക്യൂരിറ്റി, സെർച്ച് ആൻഡ് റെസ്ക്യൂ ആൻഡ് ട്രാൻസ്പോർട്ട്. ഇതാണ് മേജറായിട്ടുള്ള സെക്ടറുകൾ വരുന്നത്. ഈ നമ്മൾ പറഞ്ഞതുപോലെ റെസ്പോൺസ് ആൻഡ് റിക്കവറിയുടെ സ്ട്രാറ്റജിയിലെ 6 സെക്ടറുകളാണ്. കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ വെൽഫെയർ, പോലീസ് ആൻഡ് സെക്യൂരിറ്റി, സെർച്ച് ആൻഡ് റെസ്ക്യൂ ആൻഡ് ട്രാൻസ്പോർട്ട്. ഇത്തരം ഈ സെക്ടറുകളാണ് നമുക്ക് ഈ പോളിസിക്കകത്ത് പ്രധാനമായിട്ടും വരുന്നത്. കാരണം ഇപ്പം ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഘടന ആദ്യം ഉണ്ടാക്കും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ സെക്ടറുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഹെൽത്ത് സെക്ടർ ഉണ്ടാവും, സോഷ്യൽ വെൽഫെയർ ഉണ്ടാവും, പോലീസ് ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാവും, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഉണ്ടാവും, അവസാനം ട്രാൻസ്പോർട്ട് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പോളിസി ഡെവലപ്മെൻറ്റ്. അപ്പോൾ പോളിസി ഡെവലപ്മെൻറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് എൻഡ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, ഇനി ഓരോ ദുരന്തങ്ങളുണ്ടാവും, ഓരോ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത സെക്ഷൻ വരുന്നത്. ഇപ്പം ഫ്ലഡ്സ് നോക്കാം. ഫ്ലഡ്സിൽ എന്തൊക്കെയാണ്, വെള്ളപ്പൊക്കം വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വെൻ ടു ഡു ബിഫോർ ഹാൻഡ് വൈൽ ടൗൺ പ്ലാനിങ് ഈസ് എ ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി, individuals should be find out about a risk in the area where they live, അല്ലേ? ആ ബിഫോർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് നോക്കേണ്ടത് എന്താണ്, ടൗൺ പ്ലാനിങ് എങ്ങനെയാണ്. അത് ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റിയാണ്. അത് ആ ടൗൺ പ്ലാനിങ്ങിൽ നമുക്കറിയാമല്ലേ, നമുക്കത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ റിസ്ക്, നമ്മൾ താമസിക്കുന്ന ഏരിയ റിസ്ക് ഏരിയ ആണോ, വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള ഏരിയ ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളപ്പൊക്കത്തിന് സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, പീപ്പിൾ ഹു ലീവ് ഇൻ ഏരിയാസ് ഡൗൺ സ്ട്രീം ഫ്രം എ ഡാം ഷുഡ് നോ സ്പെഷ്യൽ സിഗ്നൽസ് സച്ച് ആസ് ഫോർഗ്രൗണ്ട്സ് യൂസ്ഡ് വെൻ എ ഡാം ത്രെറ്റ്നസ് ടു ബ്രേക്ക്. ഇപ്പം നമുക്കറിയാവില്ലേ, ഇപ്പോൾ ഡാമുകളിലെ താഴ്വാരങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അവർക്കറിയാം അവൻ്റെ ഫ്ലഡിന് സാധ്യത ഉണ്ടോ ഇല്ല എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. വെൻ സ്മാൾ ഫ്ലഡ് ക്യാൻ ഫോർസിൻ ബൈ വാച്ചിങ് ദി വാട്ടർ ലെവൽ ആഫ്റ്റർ ഹെവി റെയിൻസ് ആൻഡ് റെഗുലർലി ലിസണിങ് ടു ദി വെദർ ഫോർകാസ്റ്റ്. ഇപ്പോൾ ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യത ഇങ്ങനെ ഹെവി റെയിൻ വരുന്ന സമയങ്ങളിലാണ്, അല്ലേ? ചെറിയ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ നദിയും പുഴകളൊക്കെ കര കവിഞ്ഞ് ഒഴുകിയിട്ടൊക്കെ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് വേണം, ഈ വാട്ടർ ലെവൽ കൂടുന്നതിൻ്റെ റെഗുലറായിട്ടുള്ള അലർട്ടുകളുണ്ടാവും, ഇല്ലേ? വെതർ ഫോർകാസ്റ്റുകളുണ്ടാവും, കാലാവസ്ഥ അനുബന്ധ കാര്യങ്ങളൊക്കെ അറിയിപ്പുകൾ വരും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഇപ്പം ഒരു കാലാവസ്ഥ പ്രവചനം അങ്ങനെ ഉണ്ടാണെങ്കിൽ നല്ല ഹെവി റെയിൻ സാധ്യത ഉണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ അലർട്ടായിട്ട് ഇരിക്കണം. വെള്ളം കയറാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫോർകാസ്റ്റിംഗ് ഓഫ് ഫ്ലഡ് ഓർ ടൈഡൽ വേവ്സ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഫ്ലഡിനും ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം കൊടുങ്കാറ്റ് അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിനൊക്കെ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫോർകാസ്റ്റിംഗ് ആണ് കിട്ടുള്ളൂ. നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഏത് സമയത്താണ് ഉണ്ടാകുന്നത്. ബട്ട് ഹുരിക്കെയിൻസ്, സൈക്ലോൺസ് ആർ ഓഫൺ അറ്റ് ദി സെയിം ടൈം ഓഫ് ഇയർ. ഈ സൈക്ലോൺസും അതുപോലെ തന്നെ ഹുരിക്കെയിൻസൊക്കെ ഉണ്ടാകുന്നത് അത് എപ്പോഴാണ് വരുന്നത്, ആ വർഷത്തിൽ ഒരേ സമയങ്ങളിലാണ് ഭൂരിഭാഗം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. വെൻ പർട്ടിക്കുലർ വിജിലൻസ് മസ്റ്റ് ബി എക്സസൈസ്ഡ് ദി ഓഫൺ അനൗൺസ്ഡ് സെവറൽ ഹവേഴ്സ് ഓർ ഡേ ബിഫോർ അറൈവ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ മുന്നറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾക്ക് മുന്നെയോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുന്നെയോ നമുക്ക് അറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ എല്ലാവരും അലർട്ടായിരിക്കണം.
ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫ്ലഡിൻ്റെ കാര്യത്തിൽ എപ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ വെൻ വെൻ ഡു വെൻ ടു ഡു ബിഫോർ ഹാൻഡ്, നമുക്ക് മുന്നൊരുക്കമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഡ്യൂറിങ് ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് നോക്കാം. വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് നോക്കാം. ടേൺ ഓഫ് ഇലക്ട്രിസിറ്റി ടു റെഡ്യൂസ് റിസ്ക് ഓഫ് ഇലക്ട്രക്ഷൻ. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ വെള്ളപ്പൊക്കത്തിന് മുന്നേ എന്തൊക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ നോക്കിയത്. ഇനി വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത്, നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മളത് ഓഫ് ചെയ്യും. എന്താണ് അത്? ഇനി നമുക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യും. ഓക്കെ. അടുത്തത് പ്രൊട്ടക്റ്റ് പീപ്പിൾ ആൻഡ് പ്രോപ്പർട്ടി. നമുക്ക് നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയല്ലേ. പ്രൊട്ടക്റ്റ് പീപ്പിൾ ആൻഡ് പ്രോപ്പർട്ടി. ആസ് സൂൺ ആസ് ദി ഫ്ലഡ് ബിഗൻ ടേക്ക് എനി വൾണറബിൾ പീപ്പിൾ. ആ വൾണറബിൾ പീപ്പിൾ കാറ്റഗറിയിൽ വരുന്നത് കുട്ടികളുണ്ട്, വയസ്സായവരുണ്ട്, അസുഖമുള്ളവരുണ്ട്, അതുപോലെ തന്നെ വൈകല്യം ഉള്ളവരുണ്ട്, അംഗവൈകല്യം ഉള്ളവരുണ്ട്. ഇവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആസ് സൂൺ ആസ് ദി ഫ്ലഡ് ബിഗിൻസ് അവരെ തന്നെ നമുക്ക് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ടതാണ്. വെള്ളപ്പൊക്കത്തിന് മുന്നേ തന്നെ അവരെ നമുക്ക് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റാം. അവർ ആ വെള്ളപ്പൊക്കത്തിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റാം. വെൻ പോസിബിൾ മൂവ് പേഴ്സണൽ ബിലോങ്ങിങ്സ് അപ്സ്റ്റെയർ ടു റൈസ് ദി ഷെൽട്ടർ പ്രൊവൈഡ് ഫോർ യൂസ് ദി ഫ്ലഡ്സ്. അപ്പം നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വെള്ളം കയറാത്ത രീതിയിലുള്ള അപ്സ്റ്റെയറുകളിലേക്ക് മാറ്റിവെക്കാം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയങ്ങളിൽ. ഇനി അടുത്തെന്ത് പറയുന്നത്, ബിവെയർ ഓഫ് വാട്ടർ കണ്ടാമിനേഷൻ. തീർച്ചയായിട്ടും വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇഫ് ദി ടേസ്റ്റ്, കളർ ഓർ സ്മെൽ ഓഫ് ദി വാട്ടർ ഈസ് സസ്പീഷ്യസ്, ഇറ്റ് ഈസ് വൈറ്റൽ ടു യൂസ് സം മീൻസ് ഓഫ് പ്യൂരിഫിക്കേഷൻ. ഈ ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുടിവെള്ള സ്രോതസ്സുകളെയാണ്. അപ്പോൾ കുടിവെള്ള സ്രോതസ്സുകൾ തീർച്ചയായിട്ടും അതിൻ്റെ രുചിയോ മണമോ അതുപോലെ തന്നെ കളറോ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ബിയർ ഓഫ് വാട്ടർ കണ്ടാമിനേഷനിൽ പറയുന്നത്. വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാവും, സാധ്യത കൂടുതലാണ്, തീർച്ചയായിട്ടും ഉണ്ടാവും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള വെള്ളം പിന്നീട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി എന്താ പറയുന്നത്, ഇവാക്യുവേറ്റ് ഡേഞ്ചർ സോൺസ് ആസ് ഓർഡർ ബൈ ദി ലോക്കൽ അതോറിറ്റീസ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കംപ്ലൈ സ്ട്രിക്ട്ലി വിത്ത് ദി ഇവാക്വേഷൻ അഡ്വൈസ് ഗിവൻ. നമുക്ക് ഇവാക്വേഷൻ, എമർജൻസി ഇവാക്വേഷനൊക്കെ വേണമെങ്കിൽ അത് കൃത്യമായിട്ട് ഇവാക്വേഷൻ ഡേഞ്ചർ സോൺസ് ഓർഡേർഡ് ബൈ ലോക്കൽ അതോറിറ്റീസ്. ലോക്കൽ അതോറിറ്റീസാണ് ഇവാക്വേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരടുത്ത് ഒരു അഡ്വൈസ് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അത്യാവശ്യമായിട്ട് മാറ്റേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഡ്വൈസ് കൊടുത്തതിന് ശേഷമാണ്. ചിലവരൊന്നും വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. കാരണം അവരെ സ്വത്തുവകകളും മറ്റും വീടും ഇല്ലാതായി പോകുന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ അസൈൻമെൻറ്റിലായിട്ട് കിടക്കും. അവരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടതൊക്കെ ലോക്കൽ അതോറിറ്റീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതോറിറ്റീസ് വിൽ റെക്കമെൻഡ് ദി ഫാമിലീസ് ടു ടേക്ക് വിത്ത് ദം ദി എമർജൻസി സപ്ലൈസ് ആൻഡ് ഹാവ് പ്രിപ്പയർഡ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അതോറിറ്റി അവർക്ക് കൃത്യമായിട്ട് പറയും, ഇവാക്യുവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയും. അതോറിറ്റീസ് വിൽ റെക്കമെൻഡ് ടു ഫാമിലീസ് ടേക്ക് ദി എമർജൻസി സപ്ലൈ. അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തയ്യാറാക്കിയിരിക്കുന്ന അത്യാവശ്യം, അപ്പം ഗോ ബാഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് അവർ ഇവാക്യുവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അഡ്വൈസ് കൊടുക്കും. അത് അതോറിറ്റീസാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം ഫ്ലഡിൻ്റെ സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഒന്ന് പവർ ഓഫ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് വൾണറബിൾ പീപ്പിൾസിനൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റും. പിന്നെ അത്യാവശ്യമുള്ള നമ്മുടെ വീട്ട് സാധനങ്ങളൊക്കെ വെള്ളം കയറാത്ത തരത്തിൽ അപ്സ്റ്റെയറിലേക്ക് മാറ്റും. ഇനി അടിയന്തര ഘട്ടങ്ങളിൽ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള അഡ്വൈസ് കൊടുക്കുക, അത് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഫ്ലഡിൻ്റെ സമയത്ത് ചെയ്യേണ്ടത്. ഇനി ആഫ്റ്റർ എ ഫ്ലഡ് വന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. പിന്നെ ഫ്ലഡ് ഈസ് ഓവർ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദാറ്റ് പീപ്പിൾ ടു റിട്ടേൺ ഹോം അൺടിൽ ടോൾഡ് ടു ഡു സോ ബൈ ലോക്കൽ അതോറിറ്റീസ്. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്ന് കഴിഞ്ഞാൽ, വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ എല്ലാവരും വീടുകളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങും. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
who will have ensured the building have not been undermined by water ഫ്രം ദെൻ ഓൺ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു. നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ വീടിനുള്ളിൽ നിറയെ അഴുക്കാവും, ചിലപ്പം മണ്ണും അത്ര വസ്തുക്കളൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് അടിഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ജീവികളും എല്ലാം കയറും. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ നിന്നും നമുക്ക് അസുഖങ്ങൾ പടരാം. അല്ലെങ്കിൽ ഇപ്പം ഈ പാമ്പ് വർഗ്ഗങ്ങളൊക്കെ ഒരുപാട് കയറിക്കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ വീടിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ കയറിക്കൂടാൻ, അവർ താവളമാക്കാൻ, അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരും കയറിക്കൂടും. അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? വെയിറ്റ് അണ്ടിൽ ദി വാട്ടർ ഈസ് ഡിക്ലെയർഡ് സേഫ് ബിഫോർ ഡ്രിങ്കിങ് ദാറ്റ് അൺട്രീറ്റഡ്. അപ്പോൾ നമ്മൾ ഒന്ന് വീടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത് പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യമാണ്, കുടിവെള്ളമാണ്. കുടിവെള്ളം അത് സേഫാണോ എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടാമിനേഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്തതിന് മാത്രമാണ് കുടിവെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തെന്താ? ക്ലീൻ ആൻഡ് ഡിസിൻഫെക്റ്റ് എനി റൂം ദാറ്റ് ഹാസ് ബീൻ ഫ്ലഡഡ്. സ്റ്റെറിലൈസ് ഓർ വാഷ് ദി വിത്ത് ബോയിലിംഗ് വാട്ടർ ആൾ ഡിഷസ് ആൻഡ് കിച്ചൺ ഐറ്റംസുകൾ. അപ്പം എന്തൊക്കെയാണ് വേണ്ടത്? നമ്മളിപ്പോൾ റൂമുകളൊക്കെ കൃത്യമായിട്ട് ഡിസിൻഫെക്ഷൻ ചെയ്യണം. ഫ്ലഡ് വന്നതിന് ശേഷം വെള്ളം ഇറങ്ങിപ്പോയാൽ കൃത്യമായിട്ട് വീടും റൂമുകളും അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന, കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഐറ്റംസുകളെല്ലാം സ്റ്റെറിലൈസ് ചെയ്യണം. ചൂടുവെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം കണ്ടാമിനേഷൻ സാധ്യത ഉണ്ടല്ലോ. ഈ ഒഴുകി വരുന്ന കയറി വരുന്ന വെള്ളത്തിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ ഉള്ളത്, ഈവൻ ഹ്യൂമൻ എക്സ്ക്രീറ്റ വരെ അതിനകത്ത് മിക്സ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് ഈക്വലി അറ്റാക്ക് ഉണ്ടാവും. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം മാത്രം ഈ പാത്രങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത്. ഓക്കെ. ഗെറ്റ് റിഡ് ഓഫ് എനി ഫുഡ് ദാറ്റ് ഹാവ് ബീൻ ഇൻ ഓർ നിയർ ദി വാട്ടർ ഇൻക്ലൂഡിങ് canned ഫുഡ് ആൻഡ് എനി ഫുഡ് കെപ്റ്റ് ഇൻ റെഫ്രിജറേറ്റർ ആൻഡ് ഫ്രീസേഴ്സ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുഡ് ഇപ്പോൾ വീട്ടിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ കൂടെ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ സോഴ്സിലാണ് അത് ഇൻഫെക്റ്റഡ് ആയിരിക്കുക, പൊല്യൂട്ട് ആയിരിക്കുക, കണ്ടാമിനേറ്റഡ് ആയിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാൻഡ് ഫുഡാണെങ്കിലും കൂടെ നമുക്ക് ഉപയോഗിക്കുന്നത് ഒരു നല്ലതല്ല, റെക്കമെൻഡ് ചെയ്യാറില്ല, ഉപയോഗിക്കേണ്ടത് തന്നെയാണ് പറയാറ്. അപ്പം ഇതിലിപ്പം നമുക്ക് മാനേജ്മെൻറ്റിൽ എന്താണ് പറയാനുള്ളത്? ഗെറ്റ് റിഡ് ഓഫ് എനി ഫുഡ് ദാറ്റ് ഹാവ് ബീൻ ഇൻ ഓർ നിയർ ദി വാട്ടർ including canned food and any food kept in refrigerator and freezers. Get rid of all consumers, drinks, medicines and cosmetics. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നല്ല രീതിയിൽ എല്ലാം വൃത്തിയാക്കിയിട്ട് നല്ല ഡിസിൻഫെക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ കിച്ചൺ ബിലോങ്സ് എല്ലാം ബോയിലിംഗ് ചെയ്യണം. ബോയിലിംഗ് വാട്ടറിൽ വെച്ച് അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണ സാമഗ്രികൾ ഇപ്പം ക്യാൻഡ് ബോട്ടിലാണെങ്കിലും കൂടെ അതിന് കണ്ടാമിനേഷൻ സാധ്യത ഇല്ലയെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഫ്ലഡ് സമയത്ത് എന്തൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫ്ലഡിന് മുന്നേ എന്തൊക്കെ ചെയ്യണം, ഫ്ലഡ് വന്നാൽ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ഫ്ലഡിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു. അടുത്ത ഇത് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് സ്ട്രോംസ്, ഹുരിക്കെയിൻസ് ആൻഡ് ടൊറാൻഡോസ്. ഇത്രയും കാര്യം വരുമ്പോൾ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണ് നോക്കേണ്ടത്. അപ്പം അതിലും നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ടു ഡു ബിഫോർ ഹാൻഡ്, മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം? എബോവ് ആൾ ഇറ്റ് ഈസ് വൈറ്റൽ ദാറ്റ് പീപ്പിൾ ഫൈൻഡ് ഔട്ട് അബൌട്ട് ദി കൈൻഡ്സ് ഓഫ് സ്റ്റോംസ് ലൈബിൾ സ്ട്രൈക്ക് ദെയർ റീജിയൻ ആൻഡ് സോ ദാറ്റ് ദേ ക്യാൻ ടേക്ക് ഒപ്റ്റിമം പ്രിവെൻറ്റീവ് മെഷർ. ഇത്തരം കാര്യങ്ങളൊക്കെ ചിലതിനൊക്കെ മുന്നറിയിപ്പ് കിട്ടുമോ അല്ലേ? അപ്പോൾ ഈ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ നമുക്ക് കാഷ്വാലിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ കാഷ്വാലിറ്റി അതേപോലെ തന്നെ നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി ചെയ്യാൻ കഴിയും. ചൂസ് എ ഷെൽട്ടർ ഇൻ അഡ്വാൻസ്. ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ഷെൽട്ടർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബിഫോർ ദി എമർജൻസി ഒക്കേഴ്സ് എ കോളർ, ബേസ്മെൻറ്റ് ഓർ എ ആൾക്കോവ് മേ പെർഫെക്റ്റ്ലി സൂട്ടബിൾ. ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയത്, അഡ്വാൻസ് ആയിട്ടൊരു ഷെൽട്ടർ ഉണ്ടാക്കാം ഇല്ലേ? ഈ ഇത്തരം ശക്തമായിട്ടുള്ള കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട് തകർന്ന് നമുക്ക് കാഷ്വാലിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷെൽട്ടർ, ടെമ്പററി ആയിട്ടുള്ള ഒരു ഷെൽട്ടർ അഡ്വാൻസ് ആയിട്ട്
നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഷിഫ്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള ഷെൽട്ടറുകൾ ഉണ്ടാക്കാം. മിനിമൈസ് ദി എഫക്റ്റ് ഓഫ് സ്റ്റോം ഫെൽ ഡെഡ് ട്രീസ്. എന്താ പറയുന്നത്, ഇങ്ങനെ ശക്തമായിട്ടുള്ള കാറ്റുകൾ വരുമ്പോൾ മരങ്ങൾ കടപുഴകി വീഴും. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. റെഗുലർലി ചെക്ക് ദി സ്റ്റേറ്റ് ഓഫ് റൂഫ്സ്. നമ്മുടെ മേൽക്കൂരകളുടെ സ്ട്രെങ്ത് നമുക്ക് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. ദി സ്റ്റേറ്റ് ഓഫ് ഗ്രൗണ്ട്. നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിലെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മരങ്ങളോ അല്ലെങ്കിൽ മരക്കൊമ്പുകളോ പൊട്ടി വീഴാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനകത്ത് ഡ്രൈനേജ് അറൗണ്ട് ഹൗസസ്. നമുക്ക് പുരയിടത്തിന് ചുറ്റുമുള്ള ഡ്രൈനേജുകളൊക്കെ ചെക്ക് ചെയ്യാം. അതിനകത്ത് അപകടങ്ങൾ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ടേക്ക് മെഷർ അഗൈൻസ്റ്റ് ഫ്ലഡിങ്. നമുക്ക് വെള്ളപ്പൊക്കത്തിന് ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിലായിട്ട് ഒരു വെള്ളപ്പൊക്കത്തിനും സാധ്യത ഉള്ളതാണ്. അപ്പം അത് മെഷർ അഗൈൻസ്റ്റ് ഫ്ലഡിങ്, പ്രിപ്പയർ എ ഫാമിലി എമർജൻസി കിറ്റ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഇപ്പോൾ ഒരു ഫ്ലഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു ഫാമിലി എമർജൻസി കിറ്റ്, ഒരു ഗോ ബാഗ് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇത്തരം എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ആദ്യമേ മുന്നൊരുക്കം ചെയ്യേണ്ടത്. ഇനി ഡ്യൂറിങ് ആൻ എമർജൻസി, ഒരു എമർജൻസി ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലിസൺ ടു ദി ഇൻഫർമേഷൻ ആൻഡ് അഡ്വൈസ് ദി പീപ്പിൾ ബൈ അതോറിറ്റീസ്. നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തരുന്നവരെ അനുസരിക്കണം. ഡു നോട്ട് ഗോ ഔട്ട് എ കാർ ഓർ എ ബോട്ട് വൺസ് ദി സ്റ്റോം ഹാവ് ബീൻ അനൗൺസ്ഡ്. നമുക്ക് ഇതേപോലെ നമുക്ക് ഈ ഇൻഫർമേഷൻ തരുന്നത് നമ്മൾ മാനിക്കാതെ അത് ഗൗരവമായി എടുക്കാതെ സ്വന്തമായിട്ടുള്ള നിലയിൽ നമുക്ക് കാറിൽ പുറത്ത് പോകാൻ അതുപോലെ തന്നെ ബോട്ടിൽ പോകാനൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഈ കാറ്റിൻ്റെ ഗതി, അതിൻ്റെ ശക്തി എത്രത്തോളമാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 50 km/h സ്പീഡിലാണെന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും അത് എപ്പോഴാണ് അത് കുറച്ചും കൂടി ഈ ശക്തി കൂടുക അതൊന്നും പറയാൻ പറ്റില്ല. അപ്പം കൃത്യമായിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. ഒരു എമർജൻസി വരുന്ന സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഹയർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് അനുസരിക്കണം. ഇവാക്യുവേറ്റ് ഹൗസസ് ഇഫ് അതോറിറ്റീസ് റിക്വസ്റ്റ്. ദിസ് ടേക്കിംഗ് ഫാമിലി എമർജൻസി പാക്കേജ്. നമുക്ക് വീട് മാറിപ്പോവാൻ നമ്മുടെ ഹയർ അതോറിറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം, ഇങ്ങനെ പ്രശ്നം വരാൻ പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളതിന് തയ്യാറായിട്ട് നമുക്കൊരു എമർജൻസി പാക്കേജും കൂടെ എടുത്തിട്ട് നമ്മളതിന് തയ്യാറാവണം. ഇഫ് പോസിബിൾ ടൈ ഡൗൺ ദി ഒബ്ജക്റ്റ് ലയബിൾ ബി ബ്ലോൺ എവേ ബൈ ദി വിൻഡ്. കാറ്റിൽ പറന്നു പോകാനോ കാറ്റിൽ ഒടിഞ്ഞു വീഴാനോ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ കെട്ടിയിടാതെ അത് അഴിച്ചു വിടണം. കാരണം കാറ്റ് തടസ്സമായിട്ട് അതിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ അഴിച്ചു വിടണം. ഇഫ് ദർ ഇസ് ഇപ്പം ഈ കാറ്റ് വീശുന്ന സമയത്ത് ഇപ്പം എന്തുണ്ടാവും? nail plugs to the door and shutters, open windows and doors slightly on the side of opposite to the direction from the which wind coming, so that reduce the wind pressure to the house. നമുക്ക് ഈ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ വീടുകളിലെ ജനലും വാതിലൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ വിൻഡിൻ്റെ പ്രഷർ കൂടും, നമ്മുടെ വീട്ടിലേക്ക് പ്രവഹിക്കുന്ന വായുവിൻ്റെ പ്രഷർ കൂടും. അപ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്തിടാം. ഈ വാതിലുകളും അതുപോലെ തന്നെ ജനലുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടാൽ ഈ വിൻഡിൻ്റെ പ്രഷർ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് അടിക്കുന്ന വിൻഡിൻ്റെ പ്രഷർ കുറയും. അത് കൃത്യമായിട്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോകും, പുറത്തേക്ക് പോകും. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിടാൻ ശ്രദ്ധിക്കാം. ഇഫ് കോട്ട് ഔട്ട്സൈഡ് ഇൻ സ്ട്രോം ടേക്ക് റെഫ്യൂജ് acutely as possible in shelter. If there is no shelter, lays down the flat in a ditch. നമുക്കിപ്പം ഇതേപോലെ കാറ്റ് വരുമ്പോൾ, കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക്, ഒരു ടെമ്പററി ആയിട്ടുള്ള ക്യാമ്പിലേക്ക് മാറാൻ കഴിയും. അങ്ങനെ മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ കാറ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് ദർ ഇസ് നോ ഷെൽട്ടർ, നമുക്ക് ഷെൽട്ടർ കിട്ടിയിട്ടില്ലെങ്കിൽ ലൈ ഡൗൺ, താഴെ ഭൂമിയിൽ കിടക്കുക. ആ കാറ്റ് ഒന്ന് ഒതുങ്ങുന്നവരെ അവിടെ താഴെ കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ കാറ്റിനോട് കൂടെ നമ്മൾ പറന്നു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ കിടക്കുക, ഷെൽട്ടർ കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കിടക്കുക, അതാണ് പറയുന്നത്. പിന്നെ തണ്ടർ സ്റ്റോം, കീപ് അവേ ഫ്രം ഡോർസ്, വിൻഡോസ് ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, അൺപ്ലഗ് ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആൻഡ് ടെലിവിഷൻ ഏരിയൽസ്, ഡസ് നോട്ട് എനി ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഓഫ് ദി ടെലിഫോൺ ഓർ ദി ടെലിഫോൺ. അപ്പോൾ ഈ തണ്ടർ സ്റ്റോം വരുമ്പോൾ എന്ത് ചെയ്യണം?
നമ്മൾ വാതിലിൻ്റെ അടുത്തോ ജനലിൻ്റെ അടുത്തോ ഒന്നും നിൽക്കരുത്. നമ്മൾ ഈ കറണ്ടുമായി ബന്ധപ്പെട്ടുള്ള അത്തരം സ്ഥലങ്ങളിലൊന്നും നിൽക്കാൻ പാടില്ല. എല്ലാം അൺപ്ലഗ് ചെയ്തിടണം. ഇലക്ട്രിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അൺപ്ലഗ് ചെയ്തിരിക്കണം. നമുക്ക് പറയാൻ പറ്റില്ല വൈദ്യുതാഘാതം എപ്പോഴാണ് ഏൽക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈവൻ ടെലിഫോൺ കേബിൾ വരെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം ഈ തണ്ടർസ്റ്റോം സമയങ്ങളിൽ. ഇനി എന്താ പറയുന്നത്, എനിവൺ ഹൂ ഈസ് ഔട്ട്സൈഡ്, പുറത്ത് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീടിനകത്തല്ല പുറത്താണെന്ന് വിചാരിക്കുക, ലുക്ക് ഫോർ ദ ഷെൽട്ടർ ഇൻ എ ബിൽഡിംഗ് നെവർ അണ്ടർ ട്രീ. ഒരു മരത്തിന് താഴെയല്ലാത്ത ഒരു ബിൽഡിങ്ങോ അത് ഷെൽട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇഫ് ഔട്ട് ഓഫ് എ ബോട്ട് ഗെറ്റ് ബാക്ക് ടു ദി ഷോർ. നമ്മളിപ്പം ഒരു ബോട്ടിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരത്തേക്ക് ബോട്ട് അടുപ്പിക്കണം. കീപ്പ് എവേ ദി ഫെൻസ് ഓഫ് ഇലക്ട്രിക്കൽ കേബിൾസ്. നമുക്ക് ഇലക്ട്രിക്കൽ കേബിളിന് താഴെ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തൊന്നും നിൽക്കാൻ പാടില്ല. നീ ഡൗൺ റാദർ റിമെയിൻ സ്റ്റാൻഡിങ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇപ്പോൾ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ആണെങ്കിൽ നമ്മൾ മുട്ട് കുത്തി നിൽക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒരു അല്പം പ്രതിരോധിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യേണ്ടത്. ഇനി ആഫ്റ്റർ എമർജൻസിയിൽ അടുത്തത് എന്ത് ചെയ്യേണ്ടത്, ആഫ്റ്റർ ദി സ്റ്റോം ഹാസ് ബീൻ സബ്സൈഡ് ഫോളോ ദി ഇൻസ്ട്രക്ഷൻ ഗിവൻ ദി അതോറിറ്റീസ്. അത് എപ്പോഴും പറയുന്ന എല്ലാ കാര്യത്തിലും പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് മുകളിൽ നിന്നുള്ള അതോറിറ്റിയിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്ക് കാഷ്വാലിറ്റി കുറയ്ക്കാൻ പറ്റും. സ്റ്റേ ഇൻഡോർ ആൻഡ് നോട്ട് ഗെറ്റ് സ്ട്രിക്കൻ ഏരിയാസ്, ഗീവ് ദി അലർട്ട് ക്വിക്കലി ആസ് പോസിബിൾ. നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കുക, പുറത്തേക്ക് ഇറങ്ങി നടക്കാതെ നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അലർട്ടുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. ഗീവ് ദി അലർട്ട് ക്വിക്കലി ആസ് പോസിബിൾ. നമുക്കും കൊടുക്കാൻ പറ്റും, ചില അലർട്ടുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആഫ്റ്റർ ദി സ്റ്റോം, കാറ്റിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഗീവ് ദി ഫസ്റ്റ് എയ്ഡ് ടു ദി ഇൻജേർഡ്. നമുക്ക് പരിക്ക് പറ്റിയവർക്ക് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. മേക്ക് ഷുവർ ദി വാട്ടർ സേഫ് ടു ഡ്രിങ്കിങ് ആൻഡ് ചെക്ക് ദി കണ്ടൻസ് ഓഫ് റെഫ്രിജറേറ്റർ ആൻഡ് ഫ്രീസേഴ്സ്. കുടിക്കാനുള്ള വെള്ളം സേഫ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെക്ക് ദി എക്സ്റ്റീരിയർ ഓഫ് ഡ്വെല്ലിംഗ് ആൻഡ് കാൾ ഫോർ അസിസ്റ്റൻറ്റ് ഇഫ് ദി റിസ്ക് ഓഫ് ഫെയിലിംഗ് ഒബ്ജക്റ്റ്, ടൈൽസ്, ഗട്ടറിങ്. അപ്പം എന്താണ്, നമുക്ക് വീട്ടിലിപ്പം എന്തെങ്കിലുമൊക്കെ കേടുപാടുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഈ അതോറിറ്റീസിലായിട്ട് ബന്ധപ്പെടാനും സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോമിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി വരുന്നത് എർത്ത് ക്വേക്കാണ്. ഇപ്പോൾ ഭൂചലനം ഉണ്ടായാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ എന്തൊക്കെയാണ്, ഭൂകമ്പ സ്ഥലങ്ങളിൽ ഭൂകമ്പം സംഭവിച്ചാൽ എന്തൊക്കെ ചെയ്യേണ്ടതാണ് അടുത്തത് പറയുന്നത്. ദി മൊമെൻറ്റ് ഓഫ് ഗ്രൗണ്ട് ഇൻ ആൻ എർത്ത് ക്വേക്ക് ഈസ് റിയലി ദി ഡയറക്റ്റ് കോസ് ഓഫ് ഇഞ്ചുറീസ്. മോസ്റ്റ് ആർ കോസ്ഡ് ബൈ ഫോളിംഗ് ഒബ്ജക്റ്റ് കൊളാപ്സിങ് ബിൽഡിംഗ്. ഭൂകമ്പം ഉണ്ടായാൽ കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ തകർന്ന് വീഴും. അതിൽ പെട്ടിട്ടാണ് കൂടുതലും ഇഞ്ചുറീസ് ഉണ്ടാകുക. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ശരീരത്തിലേക്ക് ദേഹത്തേക്ക് വീണിട്ടുണ്ടാകുന്ന ഇഞ്ചുറികളാണ് കൂടുതലും ഈ ഭൂകമ്പ സമയങ്ങളിൽ, ഭൂചലന സമയങ്ങളിൽ ഉണ്ടാകുന്നത് അല്ലേ. മെനി എർത്ത് ക്വേക്സ് ആർ ഫോളോഡ് സെവറൽ ഹവേഴ്സ് ഓർ ഈവൻ ഡേയ്സ് ലേറ്റർ ബൈ ഫർദർ ട്രമോസ് യൂഷ്വലി പ്രോഗ്രസീവ്ലി ഡിക്രീസ് ഇൻ ദി ഇൻറ്റൻസിറ്റി. ചില ഭൂചലനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുക, ചിലപ്പോൾ മണിക്കൂറുകളുണ്ടാവും, അല്ലെങ്കിൽ തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഭൂചലനങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരം സമയങ്ങളിലൊക്കെ കാഷ്വാലിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ ബിൽഡിംഗ് കൊളാപ്സ് ആവും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്റ്റീവുകളൊക്കെ തകർന്ന് വീണിട്ട് പരിക്കുകൾ പറ്റാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന എമർജൻസി സിറ്റുവേഷൻ. ഇനി നമുക്കത് എങ്ങനെയാണ്, അത് ടു റെഡ്യൂസ് ദി ഡിസ്ട്രക്റ്റീവ് എഫക്റ്റ് ഓഫ് എർത്ത് ക്വേക്ക്, നമുക്ക് ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ലിവിങ് ഏരിയയിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ എടുക്കാവുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ബിൽഡിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് അർബൻ പ്ലാനിങ് റെഗുലേഷൻ ഇൻ റിസ്ക് ഓഫ് ദി റിസ്ക് ഏരിയ. നമുക്ക് ഭൂകമ്പ മേഖലയിലാണെങ്കിൽ നമുക്ക് ആ പ്ലാനിങ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്ന രീതികളൊക്കെ അതിന് കൃത്യമായിട്ടുള്ള ആ ഒരു പ്ലാനിങ്ങും രീതികളൊക്കെ ഉണ്ട്. ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ തരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാം. Ensure that all electrical and gas appliances in the houses together with all pipe connected to them and firmly fixed. അത് പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫിക്സ് ആയിട്ടുള്ള പൈപ്പുകൾ വഴി ഫിക്സ് ചെയ്യണം. ടുഗദർ എന്നാണ് പറയുന്നത്. ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആ കട്ട് ഓഫ് ചെയ്യാൻ എളുപ്പമായിരിക്കും.
അവോയ്ഡിങ് സ്ട്രോങ് ഹെവി ഒബ്ജക്റ്റ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഹൈ പൊസിഷൻ. അത് പറയുന്നത് ഇപ്പോൾ ഈ ഭൂചലനം ഉണ്ടായാൽ ഈ ഐറ്റംസുകളൊക്കെ നമ്മുടെ ദേഹത്തേക്ക് വീണ്ടും നമുക്ക് പരിക്കുകൾ പറ്റാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഹെവി ഒബ്ജക്റ്റുകളൊന്നും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് വെക്കാതിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ റാക്കിൻ്റെ മുകളിൽ അത്തരത്തിലുള്ള ആ സ്ഥലങ്ങളിലൊക്കെ വലിയ ഭാരമുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി കുലുങ്ങുന്ന സമയത്ത് ഇതെല്ലാം ദേഹത്ത് വീണിട്ട് ഇവൻ നമ്മൾ മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അത്ര ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹെവി നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ മുകൾ സ്ഥലങ്ങളിൽ വെക്കാതെ ശ്രദ്ധിക്കാം. ഹോൾഡ് ഫാമിലി ഇവാക്വേഷൻ ഡ്രിൽസ് ആൻഡ് എൻഷുർ ദാറ്റ് ഹോൾ ഫാമിലി നോ വാട്ട് ടു ഡു ഇൻ കേസ് ഓഫ് എർത്ത് വേക്ക്. നമുക്ക് ഇപ്പം അങ്ങനെ ഒരു അലർട്ട് കിട്ടുകയാണ്, അല്ലെങ്കിൽ നമുക്കറിയില്ല പെട്ടെന്നാവും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവാക്വേഷൻ ചെയ്യണം അല്ലേ. നമുക്ക് സ്ഥലം മാറേണ്ട സാധ്യതകൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം. പ്രിപ്പയർ എ ഫാമിലി എമർജൻസി കിറ്റ്. നമുക്ക് എപ്പോഴും വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് എമർജൻസി ഫാമിലി കിറ്റ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വേണ്ടതെന്നുള്ളതൊക്കെ ഇനി അടുത്തതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു എമർജൻസി ഫാമിലി കിറ്റ് നമ്മൾ എപ്പോഴും വീട്ടിൽ തയ്യാറാക്കിയിരിക്കണം. നമുക്ക് ഏത് സമയത്താണ് എന്ത് അപകടമാണ് എന്ത് ദുരന്തമാണ് വരാൻ പോകുന്നത് അറിയില്ല. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എമർജൻസി കിറ്റ്, അതിനകത്ത് കുടിവെള്ളം ഉണ്ടായിരിക്കണം, അത്യാവശ്യം ഉപയോഗിക്കേണ്ട മരുന്നുകൾ ഉണ്ടായിരിക്കണം, കോൺടാക്റ്റ് നമ്പറുകൾ വേണം, ലോക്കലായിട്ട് കിട്ടാവുന്ന കോൺടാക്റ്റ് നമ്പറുകൾ വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മൾ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന എന്തെങ്കിലും കാർഡുകളോ അത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരു ഫാമിലി എമർജൻസി കിറ്റ് എപ്പോഴും തയ്യാറാക്കിയിരിക്കണം. ഈ ഇത്തരത്തിലുള്ള ദുരന്ത ബാധിത സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെ അലർട്ട് കിട്ടുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ഒരു എമർജൻസി കിറ്റ് ഉണ്ടാക്കി തയ്യാറാക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഇനി ഇപ്പം ഭൂകമ്പം നടന്നു കഴിഞ്ഞാൽ ഡ്യൂറിങ് എൻ എർത്ത് ഭൂകമ്പം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടത്? കീപ് കാം ആൻഡ് ഡു നോട്ട് പാനിക്. നമ്മൾ പരിഭ്രാന്തിപ്പെടാതെ ഇരിക്കുക ഒരു ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ. പീപ്പിൾ ഹു ആർ ഇൻഡോർ ഷുഡ് സ്റ്റേ ദെയർ ബട്ട് മൂവ് ടു ദി സെൻട്രൽ പാർട്ട് ഓഫ് ദി ബിൽഡിംഗ്. അതാ പറയുന്നത് അല്ലേ. ഇൻഡോർ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടിനകത്താണെങ്കിൽ ആ വീടിൻ്റെ സെൻട്രൽ പാർട്ടിലേക്ക് പോകണം, ആ ബിൽഡിങ്ങിൻ്റെ സെൻട്രൽ പാർട്ടിലേക്ക് പോകണം. കാരണം സൈഡ് ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലും സുരക്ഷിതത്വം ആ വീടിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് പോകുന്നതാണ്. കീപ്പ് എവേ ഫ്രം ദി സ്റ്റെയർസ് ആൻഡ് മൈറ്റ് കൊളാപ്സ് സഡൻലി. സ്റ്റെയർസുകളുടെ അടുത്ത് നിൽക്കരുത്, കാരണം അത് പൊട്ടി വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കണം. പീപ്പിൾ ഹു ആർ ഔട്ട്സൈഡ് ഷുഡ് സ്റ്റേ ദേ കീപ്പിംഗ് എവേ ദി ബിൽഡിംഗ് അവോയ്ഡ് ദി കൊളാപ്സിംഗ് വാൾസ് ആൻഡ് എവേ ഇലക്ട്രിക്കൽ കേബിൾസ്. നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലിയ മതിലുകളുടെ അടുത്ത് നിൽക്കരുത്. അതേപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ കേബിൾസ് പോകുന്ന ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം ഇല്ലേ. വലിയ ബിൽഡിങ്ങുകളുടെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കുക, മതിലുകളുടെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കുക, ഇലക്ട്രിക് കേബിൾസ് പോകുന്ന ടവറുകളുടെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കേണ്ടതാണ് ഭൂകമ്പം വരുന്ന സമയങ്ങളിൽ. പിന്നെന്താ, എനിവൺ ഇൻ വെഹിക്കിൾ ഷുഡ് പാർക്ക് ആൻഡ് ഇറ്റ് കീപ്പിംഗ് അവേ ഫ്രം ബ്രിഡ്ജസ് ആൻഡ് ബിൽഡിങ്സ്. നമ്മളിപ്പോൾ ഒരു വാഹനത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ആ വാഹനം പെട്ടെന്ന് തന്നെ പാർക്ക് ചെയ്യേണ്ടതാണ്. എവിടെ വേണം? അത് പാലത്തിൻ്റെ മുകളിലാവരുത്, അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെ താഴെയോ അല്ലെങ്കിൽ സൈഡിലോ ഒന്നും ആവരുത്. ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഭൂമി കുലുക്കത്തിൻ്റെ സമയത്ത്, ഭൂചലനം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ ആൻ എർത്ത് വർക്ക്, ഈ ഭൂചലനം ഉണ്ടായതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഒബേ ദി അതോറിറ്റീസ് ഇൻസ്ട്രക്ഷൻസ്. നമ്മുടെ അതോറിറ്റീസ് എന്തൊക്കെയാണ് പറയുന്നത്, നിർദ്ദേശങ്ങൾ തരുന്നത്, അത് നമ്മൾ അനുസരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. ഇത് എന്ത് ദുരന്തം ഉണ്ടായാലും നമുക്ക് അതിൻ്റെ ഹയർ അതോറിറ്റിയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് വരും, അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഡു നോട്ട് ഗോ ബാക്ക് ഇൻ ടു ഡാമേജ് ബിൽഡിംഗ് അല്ലേ. നമുക്ക് ഇപ്പോൾ ഡാമേജ് ആയിട്ട് ബിൽഡിങ്ങിലേക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പാടില്ല, ആ സമയത്ത് പോകാൻ പാടില്ല. കാരണം അതിൻ്റെ എങ്ങനെയാണത് നിൽക്കുന്നത്, ഇനിയും അത് തകർന്നു വീഴാൻ സാധ്യതയുണ്ടോ, അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയിട്ടുള്ള ബിൽഡിങ്ങിലേക്ക് പോകാൻ പാടില്ല. ഗീവ് ഫസ്റ്റ് എയ്ഡ് ടു ഇൻജേർഡ് ആൻഡ് അലർട്ട് ദി എമർജൻസി സർവീസ് ഇൻ കേസ് ഓഫ് ഫയർ. നമുക്ക് പരിക്ക് പറ്റിയവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ തീപിടുത്തോ അല്ലെങ്കിൽ പൈപ്പ് പൊട്ടിയോ ഗ്യാസ് ലീക്കാവുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ടുള്ള അലർട്ടുകൾ കൊടുക്കാം. ഈ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധ്യത കൂടുതലുള്ളതാണ്. ഇനി എന്ത് ചെയ്യണം? ഡു നോട്ട് ഗോ സിംപ്ലി ടു ടേക്ക് ദി സ്ട്രൈക്കൺ ഏരിയ
വിൽ ഹാമ്പർ റിസ്ക് ഓഫ് വർക്ക്. നമുക്ക് അതൊരു നിസാരവൽക്കരിച്ച് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത്. ഭൂകമ്പം നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിലേക്ക് ഒരു നിസാരവൽക്കരിച്ച് പോകരുത്. അതെന്ത് ചെയ്യും, അത് നമുക്ക് അതിൻ്റെ റിസ്ക് പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരും. അതിൽ നിന്ന് നമുക്ക് റിസ്ക് പ്രവർത്തനം, ഇപ്പോൾ ഒരു ഭൂകമ്പം നടന്ന ഒരു ബിൽഡിംഗ് കൊളാപ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിന് റിസ്ക് പ്രവർത്തനങ്ങളിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അത് ഒരു ലേസായിട്ട് നമ്മളത് കാണാൻ പോവുക, അത് അത്തരം സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവർക്ക് ആ റിസ്ക് പ്രവർത്തനങ്ങൾക്ക് അത് കുറച്ച് പ്രയാസമായിട്ട് വരും. കീപ്പ് എമർജൻസി പാക്കേജ് ആൻഡ് റേഡിയോ അറ്റ് നിയർ ദി ഹാൻഡ്. നേരത്തെയും പറഞ്ഞല്ലേ, എമർജൻസി പാക്കേജ് എല്ലാ സന്ദർഭങ്ങളിലും വേണ്ട കാര്യങ്ങളാണ് എമർജൻസി കിറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള എമർജൻസി പാക്കേജുകളൊക്കെ നമുക്ക് കയ്യിലെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റേഡിയോ ഉണ്ടെങ്കിൽ കയ്യിൽ റേഡിയോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ വരുന്നത്, ഇതുപോലെ ന്യൂസുകളും അലർട്ടുകളൊക്കെ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. മേക്ക് ഷുവർ ദാറ്റ് വാട്ടർ ഈസ് സേഫ് ടു ഡ്രിങ്കിങ് ആൻഡ് ഫുഡ് സ്റ്റോർഡ് അറ്റ് ഹോം ഈസ് ഫിറ്റ് ടു ഈറ്റ്. നമുക്ക് കുടിവെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പാകത്തിലുള്ളതാണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം അതും കണ്ടാമിനേഷൻ സാധ്യതയുള്ളതാണ്. ഇൻ കേസ് ഓഫ് ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് അഫക്റ്റ് ഇൻ ദി റെഫ്രിജറേറ്റർ ആൻഡ് ഫ്രീസേഴ്സ്. നമ്മളിപ്പം ഇലക്ട്രിസിറ്റി കട്ടാവുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനും അതുപോലെ തന്നെ ഒക്കെ അത് ഓഫായിരിക്കും. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഉറപ്പിച്ചിട്ട് വേണം അത് ഇത്തരം കാര്യങ്ങൾ, വെള്ളവും അതുപോലെ തന്നെ ഫുഡും എല്ലാം ഉപയോഗിക്കാൻ. അപ്പം നമ്മളിപ്പം ഭൂചലനത്തിൽ എന്തൊക്കെയാണ് മുന്നേ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആ ഭൂചലന സമയത്തും അത് കഴിഞ്ഞുള്ള സമയത്ത് എന്തൊക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത് വരുന്നത് ക്ലൗഡ്സ് ഓഫ് ടോക്സിക് ഫ്യൂംസ്. അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത്? വാട്ട് ഡു ബിഫോർ ഹാൻഡ്, മുന്നൊരുക്കമായിട്ട് എന്ത് ചെയ്യണം? പീപ്പിൾ ഇൻ എ റിസ്ക് ഏരിയ ഷുഡ് ഫൈൻഡ് ഔട്ട് അബൌട്ട് ദി ഇവാക്വേഷൻ പ്ലാൻസ് ആൻഡ് ഫെസിലിറ്റീസ്. നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അവിടുന്ന് ആരെയൊക്കെയാണ് അവിടുന്ന് ഇവാക്വേറ്റ് ചെയ്യേണ്ടത്, അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്സ് ഉണ്ടാക്കണം. എന്നിട്ട് അവിടുന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഫൈൻഡ് ഔട്ട് അബൌട്ട് ഇവാക്വേഷൻ പ്ലാൻസ് ആൻഡ് ഫെസിലിറ്റീസ്. നമുക്ക് ഇവാക്വേഷൻ ചെയ്തിട്ട് അവരെവിടേക്കാണ് അവർക്ക് ഫെസിലിറ്റി കൊടുക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഒരു മുന്നൊരുക്കം ഉണ്ടായിരിക്കണം. ഫെമിലൈസ് ദംസെൽഫ് വിത്ത് ദി അലാംസ് സിഗ്നൽസ് യൂസ്ഡ് ടു കോസ് ഓഫ് എമർജൻസി. ഇങ്ങനെ ഒരു എമർജൻസി വരുമ്പോൾ അത് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അലാം സെറ്റ് ചെയ്യാൻ പറ്റും. വലിയ സൈറനൊക്കെ അടിച്ച് നമുക്ക് ഒരു വാണിംഗ് കൊടുക്കാം, ഒരു അലർട്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം എമർജൻസി സിറ്റുവേഷനിൽ. എക്യുപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ് വിത്ത് ദി ടൈറ്റസ്റ്റ് പോസിബിൾ ഫാസ്റ്റനിങ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വാതിലുകളും ജനലുകളൊക്കെ പെട്ടെന്ന് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പ്രിപ്പയർ ഫാമിലി എമർജൻസി കിറ്റ് അവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. എല്ലാ ദുരന്തങ്ങളും, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോഴും അവിടെ നമുക്ക് ഫാമിലി കിറ്റ് തയ്യാറാക്കി വെക്കുന്നതാണ്. ഇനി നമുക്കൊരു എമർജൻസി ഉണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണ്? ഡു നോട്ട് യൂസ് ദി ടെലിഫോൺ, ലീവ് ലൈൻസ് ഫ്രീ ഫോർ റെസ്ക്യൂ സർവീസ്. ആ ടെലിഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല എമർജൻസി സിറ്റുവേഷനിൽ. ലീവ് ലൈൻസ് ഫോർ റെസ്ക്യൂ സർവീസ്. ഈ ലൈനുകളെല്ലാം നമുക്കൊരു റെസ്ക്യൂ സർവീസിന് വേണ്ടിയിട്ട് ഫ്രീ ആക്കിയിട്ട് ഇടണം. നമുക്കറിയാമല്ലോ, ഇപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഫോണിൽ എൻഗേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൈമാറാൻ ഡിലേ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടെലിഫോൺ അധികം യൂസ് ചെയ്യരുത് പറയുന്നത്. ലിസൺ ടു ദി മെസ്സേജ് ഗിവൺ ബൈ ദി റേഡിയോ ആൻഡ് അതർ മീഡിയ. നമുക്ക് റേഡിയോ വഴിയോ മറ്റ് മീഡിയ വഴിയൊക്കെ ഇൻഫർമേഷൻസ് കിട്ടും, അത് കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കണം. ക്യാരി ഔട്ട് ദി ഇൻസ്ട്രക്ഷൻ ട്രാൻസ്മിറ്റഡ് ബൈ റേഡിയോ ഓർ ലൗഡ് സ്പീക്കർ. നമുക്ക് ഇതേപോലെ തന്നെ ഈ വലിയ നമുക്ക് ഇങ്ങനെ റേഡിയോ വഴിയോ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ വഴിയൊക്കെ ആ ഒരു എമർജൻസി സിറ്റുവേഷനിലെ മെസ്സേജുകൾ അല്ലെങ്കിൽ അലർട്ടുകൾ, ഇൻഫർമേഷനുകളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്ലോസ് ഡോർസ് ആൻഡ് വിൻഡോസ്. വാതിലും ജനലൊക്കെ അടച്ചിടണം. സ്റ്റോപ്പ് അപ്സ്റ്റെയർ ഇൻടേക്ക്. ഇപ്പം നമുക്കിപ്പോൾ അപ്സ്റ്റെയറിലേക്കുള്ള ക്ലോസിങ് വിൻഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചിടണം. സീൽ എനി ക്രാക്സ് ഓർ ഗ്യാപ്സ് അറൗണ്ട് ദി വിൻഡോസ് ആൻഡ് ഡോർസ് വിത്ത് അഡ്വൈസ് ടാപ്പ്. നമ്മൾ ഒരു വായുസഞ്ചാരം കുറയാവുന്ന രീതിയിലുള്ള, നമുക്ക് ഒരു പെട്ടെന്നൊരു ഇതാവാത്ത രീതിയിൽ നമ്മൾ ഈ വാതിലിൻ്റെ ഗ്യാപ്പുകളെല്ലാം ടാപ്പ് ചെയ്യണം, ഒട്ടിച്ച് വെക്കണം, നമുക്ക് ഈ ഫ്യൂംസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യണം? ഓർഗനൈസ് എ സിവിയർ ഓഫ്
organize a reserve of water by filling wash basin baths. വാട്ടർ റിസർവ് എന്താ പറയുന്നത്? ബൈ ഫില്ലിംഗ് വാഷ് ബേസിൻസ് ബാത്ത് എക്സെട്ര. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. ഒരു വെള്ളം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വാഷ് ബേസിനുകളെല്ലാം വെള്ളം നിറച്ചിടണം, അതിൽ ബാത്റൂമിലെല്ലാം വെള്ളം നിറച്ചിടണം. കാരണം ഈ ഫ്യൂംസ് ഏത് വഴിയാണ് നമുക്ക് എഫക്റ്റ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ അത്രത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ടേൺ ഓഫ് വെന്റിലേറ്റർ ആൻഡ് എയർ കണ്ടീഷണറുകളും അതുപോലെ തന്നെ വെന്റിലേറ്ററുകളെല്ലാം ക്ലോസ് ചെയ്തിടണം, അതെല്ലാം ഓഫ് ചെയ്തിടണം. കാരണം നമുക്ക് ഒരു തരത്തിലും ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എല്ലാം ക്ലോസ് ചെയ്തിടണം പറയുന്നത്. ഇനി ആഫ്റ്റർ ആൻ എമർജൻസി, ആ ഒരു എമർജൻസിക്ക് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കംപ്ലൈ വിത്ത് അതോറിറ്റീസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡു നോട്ട് ഗോ ഔട്ട് അണ്ടിൽ ദെയർ ഈസ് നോ ലോങ്ങർ റിസ്ക്. നമ്മൾ നമുക്ക് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഹയർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അവരറിയാതെ അവർ പറയാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. carry out necessary decontamination measures. അപ്പോൾ നമുക്കെന്ത് ചെയ്യണം? ഈ കണ്ടാമിനേഷൻ സാധ്യത ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടാമിനേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം carry out necessary decontamination പറഞ്ഞിട്ട് ഡീകണ്ടാമിനേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ക്ലൗഡ്സ് ആൻഡ് ടോക്സിക് ഫ്യൂംസിലുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒട്ടുമിക്ക പ്രധാന എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ നമുക്ക് കുറേ ഏജൻസികളുണ്ട്. നമ്മൾ ഇൻ്റർനാഷണൽ ഏജൻസീസ് പ്രൊവൈഡിങ് ഹെൽത്ത് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്, നമുക്ക് അസിസ്റ്റൻസ് തരുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ഉള്ളത് നോട്ടിൽ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സെവറൽ ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ ഏജൻസീസ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് സ്പെഷ്യൽ ഫണ്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫണ്ട് മാത്രമല്ല, പ്രൊസീജിയർ ആൻഡ് ഓഫീസർ ടു പ്രൊവൈഡ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്, അവർക്ക് അവരുടെ ഓഫീസുകൾ നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള അസിസ്റ്റൻസ് തരുന്നുണ്ട്. അതിൽ യുണൈറ്റഡ് നേഷൻസ് ഏജൻസീസ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓഫ് ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് OCHA, ഈ അബ്രിവേഷൻസ് ഒന്ന് കൃത്യമായിട്ട് നോക്കി പോണേ. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO തരുന്നുണ്ട്, യൂണിസെഫ് തരുന്നുണ്ട്, വേൾഡ് ഫുഡ് പ്രോഗ്രാം തരുന്നുണ്ട്. ഇനി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഉണ്ട്, FAQ. ഇൻ്റർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആർ യൂറോപ്യൻ കൺട്രി ഹ്യൂമാനിറ്റേറിയൻ ഓഫീസ് ECHO. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ് OAS, സെൻറ്റർ ഫോർ കോർഡിനേഷൻ ഫോർ പ്രിവെൻഷൻ ഓഫ് നാച്ചുറൽ ഡിസീസ് ഇൻ സെൻട്രൽ അമേരിക്ക, കാരിബിയൻ ഡിസാസ്റ്റർ എമർജൻസി റെസ്പോൺസ് ഏജൻസി. അടുത്ത് വരുന്നത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. കെയർ വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ കമ്മിറ്റി ഫോർ റെഡ് ക്രോസ് വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ വോളണ്ടറി ഏജൻസീസ് വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഫ്രീഡം ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് സൊസൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഏജൻസികളാണ് നമുക്ക് എന്തൊക്കെ തരുന്നത്? ഇൻ്റർനാഷണൽ ഏജൻസീസാണ് പ്രൊവൈഡിങ് ഹെൽത്ത് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് തരുന്ന ഏജൻസികളാണ് ഇൻ്റർനാഷണൽ ഏജൻസികളും അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ്റൽ ഏജൻസീസുകളാണ്. അപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്ക് അതിന് ഹെൽപ്പ് തരുന്നപ്പോൾ ഈവൻ ഫണ്ടായിട്ട് മാത്രമല്ല ഹ്യൂമാനിറ്റേറിയൻ ഓഫീസ് ഹെൽപ്പായിട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് വീഡിയോയിലോട് കൂടി മിക്കവാറും എല്ലാ പോയിൻറ്റുകളും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടോപ്പിക് ആയത് കാരണമാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് എടുത്തത്. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി പോവുക. എന്തെങ്കിലും സംശയങ്ങൾ വരുന്ന സമയങ്ങളിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.